Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. എല്ലാ ദിവസവും നമ്മൾ വെജിറ്റേറിയൻ ചെയ്യാറില്ല, നോൺ വെജിറ്റേറിയനാണ് ചെയ്യാറുണ്ട്. പക്ഷേ എപ്പോഴും നമ്മളുണ്ടല്ലോ ഇറച്ചി ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഇറച്ചി തിന്നാൽ നല്ലതല്ലെന്ന് പറയും. ഏറ്റവും സേഫ് എന്ന് പറയുന്നത് മീൻ തന്നെയാണ്. മീനിനാന്നേലും നമ്മൾ ഏറ്റവും കൂടുതൽ കറി വെക്കുന്നത് എന്നാന്ന് വെച്ചാൽ ചിലപ്പോൾ തേങ്ങ അരച്ച് വയ്ക്കാറുണ്ട്, വറുത്തരച്ച് വയ്ക്കാറുണ്ട്, അല്ലെങ്കിൽ എന്നാ പറയുന്നത് കോട്ടയം രീതിയിലുള്ള കുടംപുളി ഇട്ട് വെക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് അത് വെക്കാറുണ്ട്. ഇത് കൂടുതലൊന്നും നമ്മൾ കൂടുതൽ പരീക്ഷിക്കാറില്ല. പക്ഷേ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്നാണെന്നറിയാമോ? ടൊമാറ്റോ ഫിഷ് കറി. ഈ ടൊമാറ്റോ ഫിഷ് കറി എന്ന് പറയുമ്പോഴത്തേക്ക് ടൊമാറ്റോ മാത്രമായിരിക്കും അതിൻ്റെ മെയിൻ കോൺസെൻട്രേഷൻ. എന്നാൽ പിന്നെ അതിന് ഇച്ചിരി പുളി കുറവാകുന്നതിൽ വല്ല കുടംപുളി ഒരു കഷ്ണം വല്ല ഇടാനേ ഒക്കത്തുള്ളൂ. ഇതിനകത്ത് വലിയ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിനകത്ത് സ്പെഷ്യൽ എന്ന് പറയുന്നത് എന്നാന്ന് വെച്ചാൽ ഒരു ഒറ്റ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ എരിവ് കുറയ്ക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ എരിവ് കൂട്ടാം. അത് നമ്മുടെ ഇഷ്ടം പോലെയാണ്. എന്നായാലും ഈ പറഞ്ഞ കൂട്ട് മീൻകറിക്കും ഇറച്ചിക്കും ഒക്കെ ആന്നേൽ ഒരു ഇച്ചിരി എന്നാ പറയുക ഉപ്പ്, എരിവ്, പുളി ഇതൊക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനൊന്നും ഒരു സ്വാദും കാണുകയല്ലേ. ഇതിന് നമുക്ക് പ്രത്യേകിച്ച് വേറെ വലിയ വിഭവങ്ങളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അത്യാവശ്യം വേണ്ട ഇൻഗ്രീഡിയൻസ് എന്നാന്ന് വെച്ചാൽ നാടൻ ഒരു മീൻകറി ആയതുകൊണ്ട് നമ്മൾ ഇന്ന് വെളിച്ചെണ്ണയിലേ ചെയ്യത്തുള്ളൂ. ഇനിയിപ്പോൾ അഥവാ വെജിറ്റബിൾ ഓയിലാണ് നമ്മുടെ ഉള്ളതെന്ന് വെച്ചാൽ ചെയ്യുന്നതുകൊണ്ട് വിഷമമൊന്നുമില്ല. പക്ഷെ നമ്മുടെ വെളിച്ചെണ്ണ ചെയ്യുന്നതാന്നു ഈ കറിക്ക് സ്വാദേ. അതുകൊണ്ട് എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ വേണം, കടുക് വേണം, ജീരകം വേണം, ചെറിയ ഉള്ളി വേണം, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, തക്കാളി അരച്ചത്, ഉപ്പ്, തേങ്ങാപ്പാൽ, ഒന്നാം തേങ്ങാപ്പാൽ, മീൻ, പിന്നെ കുറച്ച് തക്കാളി അരിഞ്ഞത്. ഇത്രയും സാധനം നമുക്ക് വേണ്ടുള്ളൂ. പക്ഷേ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മീൻകറി ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ചട്ടി ചെയ്തേച്ചാൽ മതി. നമ്മൾ പാനയിലൊന്നും ചെയ്യല്ലേ. ഇപ്പം ഇറച്ചി ആണെങ്കിലും മീനാന്നേലും എന്നതാണേലും ഈ നോൺ വെജിൻ്റെ ഏതൊരു ഐറ്റം ആണേലും നമ്മൾ മീൻ ചട്ടിയില്ലേ അതിൽ ചെയ്യുവാണേൽ കുറച്ചുകൂടെയൊക്കെ രുചി കൂടും. എന്നും പറഞ്ഞ് രുചി ഇച്ചിരി കൂടെ ഒന്ന് കൂട്ടണമെന്നുണ്ട് എന്നാ ചെയ്യണമെന്നറിയാമോ? ഗ്യാസ് അടുപ്പേക്കാട്ടിലും നല്ലതുണ്ടല്ലോ വിറകടുപ്പാണ്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഈ കാലത്തിൻ്റെ ഇടയിൽ ഒരു ഒത്തിരി അപൂർവമായി പറഞ്ഞ കൂട്ട് എന്നാ പറയുക വിറകടുപ്പേ അതിൽ കുറവാണ് വെക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പം ഗ്യാസ് അടുപ്പേ ഉള്ളൂ. അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഗ്യാസ് അടുപ്പേ ചെയ്യാം. ആദ്യം എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ച് ചട്ടിയെ ചുറ്റിച്ചാണ് എടുക്കുന്നത്. പക്ഷെ ഞാൻ തിരിച്ചെന്നാ ചെയ്തതെന്ന് വെച്ചാൽ എണ്ണ മൊത്തം ചട്ടിക്കകത്തോട്ട് ഇങ്ങനെ ചുറ്റിച്ചേക്കുക. പിന്നെ അന്നേരം എടുക്കാനും മെനക്കേടാ. പിന്നെ മീൻ വെക്കുമ്പോഴത്തേക്ക് അമ്മച്ചിമാർ പറയുന്നത് എന്നാന്ന് വെച്ചാൽ ഒരുപാട് മീൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറിക്കകത്ത് മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സ്പൂൺ ഇട്ടൊന്നും ഇളക്കരുത്, ഇങ്ങനെ കൈ വെച്ച് ചുറ്റിക്കാനേ പാടുള്ളൂ എന്ന് പറയും. ചില സമയത്തൊന്നും എനിക്ക് കൈവാക്ക് ഒക്കുകയില്ല. അത് എന്നാന്ന് വെച്ചാൽ ചിലപ്പോൾ ഒക്കെ നമുക്ക് സംശയം വരും അത് അടി പിടിക്കുന്നുണ്ടോയെന്നൊക്കെ. അന്നേരമൊക്കെ ഞാനൊരു ചെറിയ സ്പൂൺ ഇട്ടേച്ച് ഇങ്ങനെയൊക്കെ വരമ്പിൽ കൂടെ പോകുന്ന പോലെയൊക്കെ ആണെങ്കിൽ ഒന്ന് ഇളക്കി വിടും. അങ്ങനെ ചെയ്യാം. മെയിൻ ഉദ്ദേശം എന്നാന്ന് വെച്ചാൽ നമ്മുടെ മീൻ പൊടിഞ്ഞു പോകാതിരിക്കാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത്. അതൊക്കെ ഒരു ടിപ്പ്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചോണേ. ആദ്യം എണ്ണ ചൂടായി കഴിഞ്ഞേച്ചാൽ നമുക്കിതിനകത്ത് കടുക്, ഉലുവ, ജീരകം. ഇവിടെ ഇപ്പം ഞാൻ എടുത്തേക്കുന്ന ഉലുവ പൊടിയാണേ. ഉലുവ പൊടി ഇല്ലെങ്കിൽ നമുക്ക് ഈ കടുകിൻ്റെ കൂടെ തന്നെ ഉലുവ ഇട്ടേച്ചാൽ മതി. പിന്നെ ഉള്ളത് എന്നാന്ന് വെച്ചാൽ ഞാൻ പറയാൻ വന്നേ ടൊമാറ്റോ പ്യൂരേ ആയിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇത് വേണ്ട, തക്കാളി അരച്ചെടുത്താൽ മതി. 1 കിലോ മീൻ മേടിക്കുവാന്നേൽ ഒരു 2 വലിയ തക്കാളിയാന്നു കണക്ക്. അതിൽ 1.5 അരക്കിയ ഇങ്ങനെ അരിഞ്ഞു വെക്കുക. അല്ലെങ്കിൽ എല്ലാം കൂടെ ആകുമ്പോഴത്തേനും ഉണ്ടല്ലോ ഇച്ചിരി പുളി കൂടിപ്പോവും. ഇനി അഥവാ ഈ ടൊമാറ്റോയ്ക്ക് പുളി കുറവാന്ന് തോന്നുവാണെങ്കിൽ ഒരു കഷ്ണം കുടംപുളി അങ്ങ് ഇടുക. മറ്റ് പിഴിപുളിയല്ല, കുടംപുളി ഒരു ചെറിയ കഷ്ണം ഇട്ടാൽ മതി. അന്നേച്ച് മീൻ തിളച്ചെല്ലാം കഴിയുമ്പോഴത്തേക്ക് പുളിയൊക്കെ നോക്കിയേച്ച് പിന്നെ ചേർക്കുക. എണ്ണ നല്ല ചൂടായതിന് ശേഷം കടുക് ഇടുക. നല്ല പുകയൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ചൂടായോ എന്നുള്ളത് കടുക് പൊട്ടുമ്പോഴേ അറിയുള്ളൂ. അത്യാവശ്യം ചൂടായി വരുന്നതേ ഉള്ളൂ. ഈ ചട്ടി പറ്റിക്കുന്ന ഏർപ്പാടാണ്. ചില സമയം ഇങ്ങനെ തന്നെയായത്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു നുള്ളു ജീരകവും കൂടെ ഇട്ടു. ഇതല്ല, ജീരകം ഇടുന്നില്ല, നമ്മുടെ കയ്യിൽ ജീരക പൊടിയാണ് ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ആ പൊടി ചേർക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അത് ചേർത്തേച്ചാൽ മതി. ജീരകമായിരിക്കുമല്ലോ നമ്മുടെ കയ്യിൽ മിക്കപ്പോഴും വീട്ടിലുണ്ടാവുന്നത്.
അതുകൊണ്ട് ജീരകം കടുകിൻ്റെ കൂടെ അങ്ങ് ചേർക്കുക. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ചെറിയ ഉള്ളി ഇടുക. ചെറിയ ഉള്ളി നമുക്ക് പൊളിക്കാനൊക്കെ ആയിട്ട് ഒരു ഇച്ചിരി പ്രയാസമാണെന്ന് വിചാരിച്ചു. അല്ലാന്ന് തന്നെ പറയുന്നില്ല. ചെറിയ ഉള്ളി നമുക്ക് ഇത്രയും ജോലിയുടെ ഇടയിൽ ഇതൊന്ന് പൊളിച്ചു വെക്കാനാന്നേൽ നേരം കിട്ടുകയില്ല. പിന്നെ ഞാൻ സ്ഥലം പറയുന്നത് നമ്മുടെ അമ്മായിമ്മയുടെ കൊടുക്കേണ്ടി വരും. ഇനിയിപ്പോൾ അഥവാ നമ്മൾ തന്നെയാണ് താമസിക്കുന്നതെന്ന് വിചാരിച്ചാൽ പോലും അന്ന് നേരം കിട്ടുകയില്ല. അന്നേരം ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഒരു വലിയൊരു കുഞ്ഞു സവാള എടുത്തേച്ച് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേച്ച് ഇതിൻ്റെ കൂടെ അങ്ങ് ചെറിയ ഉള്ളിക്ക് പകരം അത് ചേർത്തേച്ചാൽ മതി. എന്നതാണേലും നമുക്ക് നല്ലൊരു മീൻകറി വെക്കാനുള്ള അതുകൊണ്ട് ചെറിയ ഉള്ളി ഉണ്ടേലേ നമുക്ക് ഇനിയിപ്പോൾ ഈ കറി വെക്കാൻ ഒക്കെയുള്ളൊന്നുമില്ല. എന്നാലും ആ രുചിയുടെ ഒരു വേരിയേഷൻ ഉണ്ടാവും, ഇല്ല എന്ന് പറയുന്നില്ല. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും 1 കിലോ ആണെന്നുണ്ടെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ വെളുത്തുള്ളി, ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി ചതച്ച് വെക്കണ്ട കേട്ടോ. അപ്പോൾ എന്നാന്നറിയോ, ഈ മീൻകറിക്ക് ഇതിങ്ങനെ അരിഞ്ഞെടുക്കുന്നത് തന്നെയാണ് സ്വാദ്. അതൊരു ഇച്ചിരി ഇഞ്ചിയൊക്കെ ഇടയിൽ കടിക്കണം, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. ചതച്ച് വെക്കുവാന്നേലുണ്ടല്ലോ അതിങ്ങനെ അരപ്പിങ്ങനെ ഒത്തിരി അങ്ങ് കുറുകി പോകുന്ന പോലെ ആയിപ്പോവും. അതുകൊണ്ട് അത് വേണ്ട. ഇതിനകത്ത് ഒരു ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് നമുക്ക് അത് അറിഞ്ഞോട്ടെ, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ടെന്ന്. ഇതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളക് ഞാനിപ്പോൾ ഇവിടെ 1, 2, 3, 4, 5, 6, 7 ഇട്ട്, അതായത് 4 പച്ചമുളക് ഇട്ടേക്കുന്നത്, കീറി ഇട്ടേക്കുക. പക്ഷേ ഈ മുളകിന് അത്രയും എരിവില്ല. പക്ഷേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള പച്ചമുളക് ഒരു 2-3 എണ്ണവും കൂടി ഇട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും എല്ലാം മൂത്ത് കഴിഞ്ഞാൽ എപ്പോഴും ആലോചിച്ചോണം, കറിവേപ്പില ഒന്നെങ്കിൽ തണ്ടോടുകൂടി സൈഡിൽ വെക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ എടുത്തു വെച്ചേക്കുവാന്നേലും സൈഡിലോട്ട് വെച്ചു. അതിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, അതിനൊരു പ്രത്യേക മണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ മൂത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മണം. ഇത് ഏകദേശം ഒന്ന് നല്ലതായിട്ട് വഴലണം. ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതുകൊണ്ട് ഒത്തിരി നേരം ഒന്നും എടുക്കുകയില്ല. പക്ഷെ എന്നാലും ഒരിച്ചിരി ഒരു മൂപ്പുണ്ട്, ഒരു ബ്രൗൺ ആയാൽ മതി. ഈ നമ്മുടെ എണ്ണയിലോട്ട് ഈ ചെറിയ ഉള്ളി ഇടുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അത് വഴന്ന് കിട്ടുന്ന ഒരു പരുവം നമുക്ക് മതി. പക്ഷേ ഈ ചെറിയ ഉള്ളി ഒത്തിരി നേരിയതായിട്ട് അരിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഉണ്ടല്ലോ എണ്ണയിൽ ഇടുമ്പം അതൊന്നും പെട്ടെന്ന് മൂത്ത് വരും. നമുക്ക് അത്രയും വേണ്ട, ഒന്ന് വഴന്ന് വരുവല്ലേ, അത്രയും മാത്രം നമുക്ക് ചെറിയ ഉള്ളിയുടെ കണക്ക് മതിയാവും. ഇതിപ്പം ഏകദേശം അങ്ങനെ ആയിട്ടുണ്ട്. ഇനി എന്നാന്ന് വെച്ചാൽ സിമ്മേലാക്കി വെച്ചാൽ നമുക്ക് ഇതിനകത്തുള്ള പൊടിയെല്ലാം ചേർക്കണം. ഫസ്റ്റ് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, പച്ചമുളക് ഒരു 4 എണ്ണ ഇട്ടിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരി മുളക് പൊടി ഇടുക. ഒരു 4 ടീസ്പൂൺ ഇട്ടു. 1 കിലോളം മീനുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, അതുകൊണ്ട് ഇതിന് ഒരുപാട് എരിവ് കാണുകയില്ല. പിന്നെ 4 സ്പൂണൊക്കെ ഇട്ടേ അന്നേരം അതിൻ്റെ എരിവ് എന്നാ ആയിരിക്കും എന്ന് ചിന്തിക്കുകയില്ല. ഇതിന് നിറം കിട്ടുകയുള്ളൂ, അല്ലാതെ എന്നാ പറയുക എത്ര എരിവ് കാണുകയില്ല. അതേപോലെ തന്നെ മല്ലിപ്പൊടി 4 ടീസ്പൂൺ. നിറച്ചെടുക്കണ്ട മല്ലിപ്പൊടി കുറച്ച് ഈ പറഞ്ഞ കൂട്ട ഒത്തിരി നിറച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു കുത്തലുണ്ടാവുമേ. അതുകൊണ്ട് മല്ലിപ്പൊടി മുളക് പൊടി എടുക്കുന്നതിനെക്കാട്ടിലും കുറച്ചെടുത്തേച്ചാൽ മതി. ഇതിൻ്റെ കൂട്ടത്തിലാന്നു ഞാനിപ്പോൾ ഇച്ചിരി ഉലുവാപ്പൊടി ഇടാൻ പോകുന്നത്. നമ്മുടെ കയ്യിൽ തനി ഉലുവയാണെന്നുണ്ടെങ്കിൽ ആദ്യം കടുക് ഇടുന്ന സമയത്ത് അതും കൂടി ഇട്ട് പൊട്ടിച്ചേച്ചാൽ മതി. ഉലുവ പിന്നെ ടീസ്പൂൺ കണക്കൊന്നും ഇടരുത്, ഒരു നുള്ളോ അല്ല, ഒരു നുള്ളല്ല, ഒരു ഇച്ചിരി കൂടി ഇട്ടു. എന്നാന്ന് വെച്ചാൽ ഇത് പൊടിച്ചതും കൂടി ആയതുകൊണ്ട് എന്നാന്നോ അതിങ്ങനെ കഴിക്കും, അതുകൊണ്ട് അത് ശ്രദ്ധിച്ചോണേ. അതിൻ്റെ ഒരു 3-4 ഉലുവ നമ്മൾ കടുക് പൊട്ടാൻ നേരം ഇടുകയില്ലേ, അന്നേരം ആ കൂട്ടുപോലെ ഇട്ടേച്ചാൽ മതി. ഈ പൊടി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ അതിന് വലിയ നേരം ഒന്നും എടുക്കുകയില്ല. നമ്മുടെ ചട്ടി നല്ല ചൂടാ, അന്ന് വെച്ചാൽ എണ്ണ നല്ല ചൂടായിരിക്കുമ്പോൾ ഇതെല്ലാം ചേർത്തേക്കുന്നത്. ഇനി എന്നാന്ന് വെച്ചാൽ ഇതെന്തായാലും മൂത്തു, അധികം നേരം എടുക്കുകയില്ല, വർത്താനം പറയാൻ നേരം തന്നെ ആവുമേ. ഇതിനകത്തോട്ട് നമ്മുടെ തക്കാളി അരച്ചേക്കുന്നില്ലേ അതങ്ങോട്ട് ഒഴിക്കുക.
ഇനിയാന്നു നമുക്കൊരു ഇച്ചിരി പണി വരുന്നത് എന്നാണെന്നറിയാവോ? ഇതിപ്പോൾ വേണ്ടിയിട്ട് ഇടുന്നൊന്നും അല്ല കേട്ടോ, ഇച്ചിരി ഇടുന്നതാണ്. എന്നാന്ന് വെച്ചാൽ ഇതിന് എണ്ണ തെളിയണം. എണ്ണ തെളിയണമെന്ന് പറഞ്ഞാൽ നമ്മൾ തക്കാളി അരച്ചേക്കുന്ന ആ വെള്ളം മുഴുവൻ പറ്റിയേച്ച് ആ അരപ്പുമായിട്ട് ആ പൊടി എല്ലാം ആയിട്ടൊന്ന് ചേരണം. നല്ലതായിട്ട് ചേർന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒഴിച്ച എണ്ണ ഉണ്ടല്ലോ അറ്റത്ത് ഇങ്ങനെ വരാൻ തുടങ്ങും, ഒന്ന് മൂത്ത് തുടങ്ങും. അന്നേരം വരെ നമ്മളിത് കൈ എടുക്കാതെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം തന്നെ നമ്മൾ ചട്ടിയെ തന്നെ നോക്കിയേ ഒക്കത്തുള്ളൂ. നമ്മുടെ ആ ഇട്ട അരപ്പൊക്കെ ഉണ്ടല്ലോ മൂത്തു, എന്നുവെച്ച് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നേക്കുക. ഈ സമയത്ത് പിന്നെയും ഞാൻ അങ്ങോട്ട് തീ സിമ്മേ വെച്ചേച്ചാൽ ഇനി നെക്സ്റ്റ് എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആദ്യം ഈ തേങ്ങാപ്പാലുണ്ടല്ലോ അത് 1-ാം പാലാണ് ഞാൻ എടുത്തു വെച്ചേക്കുന്നത്. അതായത് 2-ാം പാൽ എടുക്കാൻ മടിയായിട്ടാണ് 1-ാം പാൽ നല്ല കട്ടിക്ക് എടുത്ത് വെച്ചേക്കുന്നത്. ഇങ്ങനെയും ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതിനെന്നാ കുഴപ്പം? അതിനകത്ത് നിന്ന് ഒരു പകുതി തേങ്ങാപ്പാൽ ഇതിനകത്തോട്ട് ഒഴിക്കുക. അന്നേച്ച് നമുക്ക് 2 പാലെടുക്കാൻ എന്തായാലും മടിയാണേ. അതുകൊണ്ട് എന്നാ ചെയ്യണം, ഒരു ഇച്ചിരി വെള്ളവും കൂടി ഇതിനകത്തോട്ട് ഒഴിക്കണം. പിന്നെ ആന്നേൽ ഈ വെള്ളം ചേർക്കുമ്പോഴും തേങ്ങാപ്പാൽ ചേർക്കുമ്പോഴും എല്ലാം ചേർക്കുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, നമുക്ക് കറി എന്തോരം വേണോ അതനുസരിച്ച് വേണം പാലെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ 2ാമത് വെള്ളം ഒഴിച്ച് എന്നാന്ന് വെച്ചാൽ 2 പ്രാവശ്യമൊക്കെ നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു പ്രയാസം പിടിച്ചതാണ്. എത്ര നേരം കൊണ്ടാണ് മിക്സി അടിക്കുന്നത്. അന്നേരം എന്നാ ചെയ്യും, കട്ടിക്ക് കുറച്ച് തേങ്ങാപ്പാൽ അങ്ങ് എടുത്ത് വെച്ച് പപ്പാതി അങ്ങ് ചേർക്കും. എന്ന് വെച്ചാൽ ഒരു ഇച്ചിരി വെള്ളവും കൂടി അങ്ങ് ചേർത്തേച്ചാൽ മതി. അന്നേച്ചാൽ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പിടണം. അതായത് നമ്മുടെ മീനെ പിടിക്കാനുള്ള ഉപ്പ് വേണേ. പിന്നെ അന്നേരം ഒരു ഇച്ചിരി കറിവേപ്പില ഇപ്പം ഇടണ്ട, എന്നാലും ഞാൻ ഇടുന്നതേ ഉള്ളൂ, അത് വലിയ കണക്കാക്കണ്ട. കറിവേപ്പിലയുടെ കണക്ക് എപ്പോഴൊക്കെ ഞാൻ ഇടുവാന്നേലും അതൊന്നും കൂടെ ശ്രദ്ധിക്കരുത്. അത് അതിൻ്റെ പാട്ടിന് ഞാൻ ഇട്ടുകൊണ്ട് പോയിക്കോളാം. പിന്നെ അന്നേരം ഈ സമയത്ത് നല്ലതായിട്ട് നമ്മുടെ അരപ്പൊന്ന് തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുളി ഒന്ന് നോക്കുക. അഥവാ ഒരു ഇച്ചിരി കുറവാന്ന് തോന്നുവാന്നേൽ നമുക്ക് നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരിച്ചിരി കുടംപുളി ചേർക്കാനുണ്ട്. അന്നേരം ഇപ്പം ഈ പറഞ്ഞ കൂട്ട് ഞാൻ ഇത്രയും നേരം പറഞ്ഞ അനുസരിച്ചല്ലേ നമ്മളെല്ലാവരും ചേർത്തേക്കുന്നേ. അന്നേരം ഞാൻ ഇപ്പം എന്നാന്ന് വെച്ചാൽ എൻ്റെ പുളി ഒന്ന് നോക്കിക്കോട്ടെ. ഇച്ചിരി കുറവാ. മീനും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അതിന് കുറവാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനൊരു ചെറിയ കഷ്ണം പുളി ഇടാൻ പോവാണ്, എന്നാലേ മീനേയും കൂടെ പിടിക്കുമ്പോൾ നമ്മുടെ മീൻകറിക്ക് ഒരു പുളി എന്ന് പറയുന്ന സാധനം ഉണ്ടാവുള്ളൂ. വെജിറ്റേറിയൻകാരാന്നേൽ ഈ അരപ്പ് ചേർത്തേച്ച് പുളി നോക്കുന്ന ഏറ്റവും നല്ല. മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കാൻ ഒക്കെയല്ല, അതുകൊണ്ട് അതിന് മുന്നേ തന്നെ നോക്കുക. ഇപ്പം ഇതിനൊരു ശകലം പുളിയുടെ കുറവേ ഉള്ളൂ. കോമ്പൻസേറ്റ് ചെയ്യാവുന്നത് കുടംപുളി വെച്ചാൽ, വാളംപുളി ഒഴിച്ചേക്കല്ലേ. അന്നേച്ച് ഇതിനകത്തോട്ട് നമ്മുടെ മീനിടുക. ഞാൻ ഒരുപാട് വെള്ളമൊന്നും വെച്ചിട്ടില്ല, ഒരിച്ചിരി തേങ്ങാപ്പാലും കുറച്ച് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. അതായത് നമ്മുടെ മീനൊന്ന് നികന്ന് നിൽക്കണം, അതാന്നു അതിൻ്റെ കണക്ക്. ഈ പറഞ്ഞേക്കുന്ന കൂട്ടെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വേണ്ടിയുള്ള എരിവ്, ഉപ്പ്, പുളി മാത്രമേ കുറവുണ്ടായിരുന്നുള്ളൂ, അത് ഞാൻ ചേർത്തു. മീനെ പിടിക്കുമ്പോഴത്തേന് ഇച്ചിരി കുറയും. പിന്നെ ഉപ്പ് ആ അരപ്പിന് കണക്കാണ്. പിന്നെ അന്നേൽ മീനൊന്ന് തിളച്ച് ഇച്ചിരി ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഉപ്പ് നോക്കിയേച്ചാൽ മതി. പിന്നെ ആണേൽ ഒരു കാര്യവും കൂടെ ഞാൻ പറഞ്ഞുതരാം. സപ്പോസ് നമ്മൾ ഈ ഒരു മീൻകറി വെക്കുവാന്ന് വിചാരിച്ചു, എങ്ങാണ്ട് നമ്മൾ അളവ് തെറ്റിപ്പോയെന്ന് വെച്ചോ, പാലിൻ്റെ അളവ് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് ഇച്ചിരി കൂടിപ്പോയെന്ന് തന്നെ വെച്ചോ, അന്നേരം എന്നാ ചെയ്യും പറഞ്ഞിട്ട് നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പൊടിയെല്ലാം കൂടെ ഒരു ശകലം ഒന്ന് മൂപ്പിക്കുക. ചീനച്ചട്ടിയിൽ മൂപ്പിച്ചിട്ട് കുറച്ച് തേങ്ങായും കൂടെ എടുത്ത് നല്ല മഷി പോലെ, പൊടിയും തേങ്ങയും കൂടെ ഇട്ട് നല്ല മഷി പോലെ അരച്ചെടുത്തേച്ച് മീനിനകത്തോട്ട് ചേർത്തേച്ചാൽ ഒന്നും വരികയില്ല. ആ മീനിന് കുറച്ച് കട്ടിയും കിട്ടും. അഥവാ വെള്ളം പോലെ ആയിപ്പോയി എന്ന് തോന്നുവാന്നേൽ കുറച്ച് തേങ്ങ അരച്ച് ചേർക്കുന്നതുകൊണ്ട് വിഷമമൊന്നുമില്ല. ഇനി അഥവാ ഏത് മീൻകറിക്കാണേലും കുറച്ചൊരു വെള്ളം പോലെ ആയിപ്പോയി എന്ന് തോന്നുവാന്നേൽ ഒരു ശകലം തേങ്ങ എടുത്ത് നല്ല മഷി പോലെ ഒട്ടും അറിയാത്ത രീതിയിൽ അരപ്പിലോട്ട് ചേർക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെ പുളിയാന്നേലും ഉപ്പാണേലും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും നമ്മുടെ ഉപ്പ് കൂടുന്നതും പുളി കൂടുന്നതും. അതൊന്ന് ശ്രദ്ധിച്ചേച്ചാൽ മതി. പിന്നെ ഇത് തിളയ്ക്കുന്നതിന് മുമ്പ് ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ടേക്കാം. ഒരുപാടൊന്നും ഇടുന്നില്ല, കുറച്ചേ ഇടാനുള്ളൂ.
ഇപ്പം നമ്മൾ ആ മീൻ ഇതിനകത്തോട്ട് ഇട്ടു എന്ന് വെച്ചാൽ അരപ്പിനകത്ത് കിടന്ന് നല്ലതായിട്ടൊന്ന് തിളയ്ക്കുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പൂണിട്ട് വരമ്പിൻ്റെ അകത്തോട്ട് പോകുന്ന പോലെ മീൻ ഇളക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ കൂട്ട് മീനെല്ലാം നല്ലോണം പൊടിഞ്ഞു പോകും, പിന്നെ നമുക്കൊന്നും കിട്ടുകയില്ല. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരുപാട് പണിയൊന്നുമില്ല. തിളച്ച് ഇതിനകത്ത് നോക്കുമ്പോൾ അറിയാവേ ആ എണ്ണയൊക്കെ നല്ലതായിട്ട് മേളിൽ വന്നിട്ടുണ്ട്. അതാണോ അതിൻ്റെ കണക്ക്. പിന്നെ അതിൻ്റെ ചാറിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ ഏതേണ്ട കണ്ടോ ഒരു ഇച്ചിരി കുറിയ പരുവത്തിനാണ് വന്നത്. പക്ഷേ ഈ കുറുകലല്ല നമുക്ക് കപ്പയ്ക്ക് ഒഴിക്കാൻ വേണ്ടി ഇച്ചിരി കൂടെ ഒന്ന് ലൂസ് ആവണ്ടായോ. അന്നേരം പിന്നെ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് തേങ്ങാപ്പാലെടുത്ത് വെച്ചേക്കുന്നത്. ഇനി ആ പാലൂടെ ഞാൻ ഇതിനകത്ത് ഒഴിക്കുവാണേ. ബാക്കി വെച്ചേക്കുന്ന പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം നേരം നമ്മുടെ മീൻകറി ഇട്ട് ഉപദ്രവിക്കാൻ പാടില്ല. അതൊന്ന് തിളച്ചേച്ചാൽ മതി. ഒന്ന് നല്ലതായിട്ടൊന്ന് ചൂടാവണം. അതായത് ചൂടാവല്ല, ഒന്ന് തിളയ്ക്കുന്ന ഒരു പരുവത്തോളവും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതങ്ങ് ഓഫ് ചെയ്യാവേ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ചൂടായിട്ടിരിക്കുന്ന സമയം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഒരു 5-6 അല്ലി തക്കാളി ഇല്ലേ, അത് അതിൻ്റെ മേളിലോട്ടൊന്ന് ഇട്ടേക്ക്. ഇച്ചിരി കാച്ചിമോരും ഇച്ചിരി നല്ല ചൂട് ചോറും കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ ഈ മീൻകറി കൂട്ടി കഴിക്കാനായിട്ട് എന്നാ ടേസ്റ്റാണെന്നറിയോ. പിന്നെ ഒരു ഇച്ചിരി നല്ല പച്ച കറിവേപ്പിലയും കൂടെ. അത് ഈ കറിവേപ്പില ചിലപ്പോൾ മീനും ഇറച്ചിയും വെക്കുമ്പോൾ എനിക്ക് കണക്കില്ല. അതുകൊണ്ട് പിന്നെ അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്നാലും ഇതിൻ്റെ കൂടെ ഇന്ന് ഞാൻ കൊടുക്കാൻ പോകുന്ന കപ്പയാണ്. അതുകൊണ്ട് കപ്പയ്ക്ക് ഇച്ചിരി പണിയുള്ളതുകൊണ്ട് ഒരു ഇച്ചിരി കറിവേപ്പില ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ മീൻകറി ഒന്നും ആവാതെ കപ്പയിലോട്ട് തൊടാനും വെക്കുകയില്ല. കപ്പ പൊളിക്കാനിരുന്നാൽ ഇച്ചിരി നേരം വേണം തരുവേ. എനിക്ക് അന്നേരം ഇങ്ങനെ ഒരുപാട് ഉടയുന്ന ഇഷ്ടമല്ല. ഇച്ചിരി കഷ്ണമായിട്ട് കിടക്കുന്ന ഇഷ്ടം. അതുകൊണ്ട് ഇച്ചിരി അതിന് കൊത്തി അരിയാനായിട്ട് ഇച്ചിരി നേരം വേണം. മീൻകറിയും കപ്പയും റെഡി ആയിട്ടിരിക്കും കേട്ടോ. ഇന്ന് ഇത്രയും സ്പൈസി ആയിട്ടും ഒരു സ്പെഷ്യലായിട്ടും ഒരു ഡിഷ് ചെയ്യാൻ കാര്യമുണ്ട്. നമ്മുടെ ആനീസ് കിച്ചണിലാണെങ്കിൽ എപ്പോഴും മിക്കപ്പോഴും നമുക്ക് പാട്ടുകാരാണ് കൂടുതലും വരാറുണ്ടായിരുന്നത്. ഈ ഇടയ്ക്ക് നമുക്കൊരു വില്ലൻ ക്യാരക്ടറായിട്ടുള്ള മേഘനാഥൻ ചേട്ടനും കൂടെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വർത്താനത്തിൽ പറഞ്ഞപ്പോഴല്ലേ നമ്മുടെ രായിച്ചായനുണ്ടല്ലോ, രായിച്ചായൻ വന്നപ്പോഴും ഇവരെല്ലാവരും വന്നപ്പോൾ ഉണ്ടല്ലോ നമുക്ക് കാണുമ്പോഴത്തേക്ക് ഭയങ്കര പേടിയാണ്. എന്നാന്ന് വെച്ചാൽ അവർ ചെയ്തേക്കുന്ന ക്യാരക്ടേഴ്സ് അങ്ങനെയാണേ, ഭയങ്കര വില്ലൻ ക്യാരക്ടേഴ്സാണ്. പക്ഷെ നമ്മൾ വർത്താനം പറഞ്ഞ് അവരോടൊക്കെ ബഹളം വെക്കുമ്പോഴത്തേക്ക് അപ്പോഴല്ലേ അവരെത്ര സിമ്പിളാന്നു, അവരുടെ ഉള്ളെത്ര എന്നാ പറയുക, എത്രമാത്രം ഈ പറഞ്ഞ പോലെ പ്ലെയിൻ ഹാർട്ടഡ് ആണ്. അവരൊന്നും ഒരിക്കലും നമ്മൾ കാണുന്ന പോലെ ഒരു വില്ലത്തരം ഒന്നും ഇല്ല. ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ ഭയങ്കര ഒരു സ്പെഷ്യൽ ഗസ്റ്റായിരുന്നു. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ്. വേറെ ആരുമല്ല, സ്ഫടികം ജോർജ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പേടിയില്ലേ. എന്നാന്ന് വെച്ചാൽ കടപെടാന്നൊക്കെ പൊട്ടിത്തെറിച്ചൊക്കെ വന്നേച്ച് നമ്മളോട് ബഹളം വയ്ക്കുന്നുണ്ട്. നമസ്തേ ചേട്ടാ. നമസ്തേ. ഞാനിപ്പോൾ ചേട്ടനെ പറ്റി പറയുമായിരുന്നേ. എന്നാന്ന് വെച്ചാൽ ക്യാരക്ടർ വൈസ് ഒക്കെ ചേട്ടൻ്റെ സ്ക്രീനിലൊക്കെ കാണുമ്പോഴത്തേന് ഇങ്ങനെ ചവിട്ടി പൊട്ടിച്ച് കട്ടപ്പെട്ട ബഹളം വെച്ചൊക്കെ കയറി വരുന്നത്. പറഞ്ഞ ആൾക്കാരെ പേടിപ്പിക്കുകയായിരുന്നു. സത്യമാ, ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ചേട്ടൻ അങ്ങനെ ഒന്നും വന്നില്ല. എനിക്ക് തോന്നുന്നു ഈ പേര് പോലെ തന്നെ ഭയങ്കര സ്ഫടികം, ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് തോന്നുന്നു ചേട്ടൻ. ഓക്കെ, തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ക്യാരക്ടറല്ലേ ചെയ്യുന്നത്, യഥാർത്ഥ സ്വഭാവം ആകണമെന്നില്ലല്ലോ. ഒന്നുമില്ല. അത് ശരിക്കും പറഞ്ഞാൽ ചേച്ചി കൂട്ടത്തിലുണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോ ചേട്ടൻ എങ്ങനെയാ വീട്ടിൽ അങ്ങനാന്നോ എങ്ങനെയാന്നോ ചോദിച്ചാലും വളരെ പോസിറ്റീവായിട്ടേ പറയുള്ളൂ. അങ്ങനെയാണല്ലോ വീട്ടിൽ, അപ്പുറത്തെ പറയുവേല. പിന്നെ ഞാൻ വിചാരിച്ചു ചേട്ടന്റെ ക്യാരക്ടർ വെച്ച സ്ഫടികം ജോർജ് എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുമ്പോ ഞാൻ വെച്ച് ഇവിടെ വലിയൊരു റേബാൻ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ നിക്കാന്നൊക്കെ വിചാരിച്ചു. അപ്പൊ ചേട്ടന്റെ റിയാക്ഷൻ എന്തായിരിക്കും? റേബാൻ ഗ്ലാസ് ഉണ്ടായി ഉറപ്പായിട്ട് പൊട്ടിച്ചാൽ ഉറപ്പല്ലേ? അപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് കൂടെ വെച്ചോണ്ടൊന്ന് ഇറങ്ങി പോയേനെ. രസമായിരുന്നു. പക്ഷെ ചേട്ടാ ഒരുപാട് ക്യാരക്ടേഴ്സ് ഈ പറഞ്ഞ പോലെ വില്ലൻ ക്യാരക്ടേഴ്സ് ചേട്ടൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ സ്ഫടികം ജോർജ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനാന്ന് തോന്നുന്നു എനിക്ക് ബ്രേക്ക് ആയിട്ട് സ്റ്റിൽ. തീർച്ചയായിട്ടും ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിൽ നിൽക്കുന്നത് സ്ഫടികം, ആ പോലീസ് ഓഫീസറാണ്. ആ സ്ഫടികത്തിലെ പേരെതിരെ എനിക്ക് കിട്ടി. കാരണം അതിന്റെ ക്യാരക്ടറിന്റെ ഒരു ഇമ്പാക്റ്റ് ആണ്. അതിന് സഹായിച്ചത് ഒന്ന് മോഹൻലാലും ഭദ്രൻ സാറാണ്. കാരണം ആ ക്യാരക്ടർ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പിന്നെ എന്നോടുള്ള സഹകരണം. അപ്പം ഞാൻ ടോട്ടലി ഒരു പുതുമുഖമാണ്. എൻ്റെ 3ാമത്തെ പടമാണ് സ്ഫടികം. പക്ഷേ എങ്കിലും ഞാനൊരു അമച്വർ സിറ്റുവേഷനിലാണ് സ്ഫടികത്തിൽ അഭിനയിക്കുന്നത്.
പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേനും പ്രൊഫഷണലായി. അതെ. പക്ഷെ ക്യാരക്ടർ സ്റ്റിൽ ഇനി അത് എവർഗ്രീൻ ക്യാരക്ടറാന്ന് തോന്നുന്നത്. ആരെന്നാ ഒരു ഇപ്പോഴും ആ പടം ടി വി വന്നാൽ അതിന് വ്യൂസ് ഉണ്ട്, ഒരുപാട് പേര് കാണുന്നുണ്ട് ഇഷ്ടംപോലെ ഇപ്പോഴും. അപ്പൊ പക്ഷെ ക്യാരക്ടർ എങ്ങനെയാ ചേട്ടാ അത് ചേട്ടനായിട്ട് തന്നെ അവര് അത് കഥ പറഞ്ഞപ്പോഴത്തേനും നമ്മളിൽ ഒന്ന് മോൾഡായി, ആ ക്യാരക്ടർ മോൾഡായി. അതെന്ത് വെച്ചാൽ നമ്മൾ പണ്ട് കണ്ടതും കേട്ടതും ഒക്കെ നമ്മുടെ സ്വാധീനിക്കായിരിക്കും. അപ്പോൾ ആ ക്യാരക്ടർ ഇങ്ങനെ കഥ പറഞ്ഞപ്പോൾ ഭദ്രൻ സാർ ഇങ്ങനെ അതേപ്പറ്റി കഥ പറഞ്ഞു. ഭദ്രൻ സാർ ഒരു കാര്യം പറഞ്ഞു, ഇനി ഇതുപോലൊരു ക്യാരക്ടർ ഇനി ജീവിതത്തിൽ ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞു. 100% ശരിയാണ്. പക്ഷെ ഞാനൊന്നും അതിന് വലിയ വില കൊടുത്തില്ല. ഞാൻ എല്ലാ സിനിമക്കാരും ഇങ്ങനെ പറയുന്നില്ല. എനിക്ക് ഭദ്രൻ സാർ അന്ന് വലിയ പരിചയമൊന്നുമില്ല, ആദ്യത്തെ അനുഭവമാണ്. പക്ഷെ പുള്ളി വളരെ റിയലിസ്റ്റിക് ആയിട്ട് എന്നെ ഹോട്ടലിൽ വിളിച്ച് ഇൻ്റർവ്യൂ നടത്തി എല്ലാം ഫൈറ്റൊക്കെ ചെയ്യിച്ച് കാണിച്ചു. എനിക്ക് കളറി അറിയാമായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു എന്തെങ്കിലും നമ്പർ കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്തു. പുള്ളി പറഞ്ഞു മതി, ഇനി മതി എന്ന് പറഞ്ഞു. ഞാൻ 2 നമ്പർ കാണിച്ചു കൊടുത്ത് പറഞ്ഞു മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി കഥ പറഞ്ഞപ്പോഴാണ് പുള്ളി പറഞ്ഞു ഇനി ഇതുപോലൊരു ക്യാരക്ടർ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യില്ലാന്ന്. സത്യത്തിൽ അതുപോലൊരു ക്യാരക്ടർ ഇതുവരെ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെയായി. ഇനി ഇതിനെക്കാട്ടും വലിയൊരു ക്യാരക്ടർ ചെയ്താൽ പോലും എല്ലാവരുടെയും ഇത് എല്ലാവരുടെ മനസ്സിൽ ഇതാണ് ഇരിക്കുന്നത്. പിന്നെ ഈ സ്ഫടികം റിലീസ് ചെയ്തപ്പം തിയേറ്ററിലൊക്കെ ഞാനൊരു മലയാളിയാണെന്ന് ആരും അംഗീകരിച്ചില്ല. ഏത് തമിഴിനാണ് അല്ല തെലുങ്കിനാന്ന് പറഞ്ഞു. ഏതോ തെലുങ്കിന്ന് വന്നൊരു ക്യാരക്ടർ. കാരണം അത്ര പെർഫെക്ഷൻ ഉണ്ടായിരുന്നു ക്യാരക്ടറിന്. അപ്പോൾ ഒരു പുതിയ ഒരാളെ അഭിനയിക്കുമ്പോൾ അത്രയും പെർഫെക്റ്റ് ആകത്തില്ല എന്നൊക്കെ ഒരു കൺസെപ്റ്റ് അത്. പക്ഷെ പിന്നീട് തന്നെ പത്രത്തിൽ കൂടെ ഒക്കെ നമ്മൾ എവിടെയാണ് കോട്ടയംകാരനാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയിക്കുന്നത്. അത് എനിക്ക് പറയാനുണ്ടല്ലോ, പറയുമ്പോൾ കോട്ടയംകാരനാ, ഞങ്ങൾ അപ്പുറം ഇപ്പുറം അയൽവക്കക്കാരാ കേട്ടോ. എന്നേച്ച് ഇതുവരെ ഒരു സത്യം പറയാം, കോട്ടയത്ത് വെച്ച് ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. അതാണ് ഞങ്ങൾ കണ്ടിരിക്കുന്നത് ഷൂട്ടിംഗ് സമയത്ത്. പിന്നെ ഒരു കാര്യം പറഞ്ഞു, കോട്ടയംകാരനാണ്. കോട്ടയംകാരെ ഒന്ന് നിർത്തി സംസാരിക്കാൻ പാടില്ല, മര്യാദ കേടാ ചേട്ടാ. നമുക്ക് കോട്ടയംകാർക്ക് വിശേഷം പറയാൻ ഒരുപാട് കാണും. അതുകൊണ്ടാണ് ഞാൻ വിളമ്പട്ടേന്ന് പോലും ചോദിക്കാത്ത. അല്ല ഇപ്പൊ വിളമ്പണ്ട, ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇതൊരു കോട്ടയം സ്പെഷ്യലാണ്. കപ്പ മീൻകറി. കാരണം കോട്ടയംകാരുടെ ഏറ്റവും ഫേവറേറ്റ് ഡിഷാണ് കപ്പയും മീൻകറി അല്ലേ. ഇപ്പൊ പണ്ട് കാലത്ത് 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് കപ്പയില്ലായിരുന്നു. ഇപ്പോൾ എല്ലാ 5 സ്റ്റാർ ഹോട്ടലിലും കപ്പ ഉണ്ട്. ഇനി ഇല്ലാത്ത ഒരു വിഭവം ഇപ്പം ഞാൻ നോക്കിയിട്ട് 5 സ്റ്റാർ ഇല്ലാത്ത ചക്കയാണ്. ചക്ക ശരിയാ, കേരളത്തിലെ നാച്ചുറൽ ആയിട്ടൊരു ഫ്രൂട്ടാണ്. എനിക്കൊന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഫ്രൂട്ട് ഈ ജാക്ക് ഫ്രൂട്ട് ആയിരിക്കും അല്ലേ. അതിനുള്ള ഗുണങ്ങൾ എന്തോരാന്ന്. ഈ ഇടയിലൊക്കെ ഞാൻ ഒത്തിരി വായിച്ചേ, അതിന്റെ ഷുഗറിന് ഒത്തിരി നല്ലതാ. ഷുഗർ പക്ഷേ പഴുത്ത ചക്ക പച്ച ഏറ്റവും നല്ലതാണ്. പക്ഷേ പഴുത്തത് കഴിച്ചാൽ ഷുഗർ കൂടും. 2 ക്യാൻസറിന് നല്ല ഒരു റെസിസ്റ്റന്റ് ചക്ക. പക്ഷെ അതിന്റെ ഇമ്പോർട്ടൻസ് ആരും തിരിച്ചറിയുന്നില്ല. പക്ഷെ ഇപ്പോൾ ഇത് പ്രോസസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ചക്ക. ഇത് ഇന്റർനാഷണൽ മാർക്കറ്റിലേക്കൊക്കെ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അടുത്ത ഒരു കാറ്റഗറി 5 സ്റ്റാർ ഹോട്ടലിൽ ചക്കയും വരും. കപ്പ ഓൾറെഡി വന്നു കഴിഞ്ഞു. അതിന്റെ പുറകെ കൂടിക്കോളും. അതുകൂടെ പിന്നെ ഇപ്പൊ കപ്പയ്ക്ക് വില കൂടി. അതൊരു വിലയില്ലാത്ത സാധനം വേണ്ടാതെ. പക്ഷെ ഇപ്പൊ കപ്പയ്ക്ക് വില കൂടി. പക്ഷെ അതിനോടുള്ള ടേസ്റ്റ് വേറെ ഒന്നിനും ഇല്ലേ. കപ്പയും ചക്കയും വേവിച്ചതുണ്ടേല് പിന്നെ ആരും സത്യം പറഞ്ഞാൽ ചോറുണ്ണുകയല്ല ചേട്ടാ. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, എനിക്ക് ചോദിക്കണമെന്ന് വിചാരിച്ചോണ്ടിരുന്ന, പക്ഷെ ഈ ഇടയിലൊന്നും നമുക്ക് തമ്മിൽ കാണാനൊത്തില്ല. പക്ഷെ എൻ്റെ പ്രേക്ഷകർക്കും എല്ലാവർക്കും ഒന്ന് അറിയണേ, എനിക്കൊന്ന് ഇപ്പോൾ ജോർജേട്ടൻ്റെ ഒരു 2ാം ജന്മമായിട്ട് ഞാൻ ശരിക്കും പറഞ്ഞോട്ടെ. ശരിക്കും എന്നാന്നറിയോ ചേട്ടാ, ഒരുപാട് ചേട്ടൻ വില്ലൻ ക്യാരക്ടേഴ്സ് ചേട്ടൻ്റെ ക്യാരക്ടർ വൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിൽ ചേട്ടന് ശരിക്കും ഒരു രോഗാവസ്ഥ വന്നു. അത് ശരിക്കും ഒരു വില്ലനായിട്ട് തന്നെ ചേട്ടൻ്റെ ജീവിതത്തിൽ വന്നു. അവിടെ പക്ഷെ ചേട്ടനായിരുന്നു ഒരു നായകനായിട്ട് അതിനെ ഡിഫെൻഡ് ചെയ്തു അല്ലേ. അത് ശരിക്കും ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു മടങ്ങി വരിക എന്ന് പറയുന്നത് ഒരു ശരിക്കും ഒരു എന്നാ പറയാ ചേട്ടാ, ഒരു ശരിക്കും ഒരു പ്രയത്നം തന്നെ, ഒരു പ്രാർത്ഥനയുടെ ഫലവും അല്ലെങ്കിൽ എല്ലാം നമ്മുടേതായ ഒരു വിൽ പവർ വേണം. ആ കഥയൊന്ന് ഞങ്ങൾക്ക് കേൾക്കണം. അതായത് 2015 എനിക്ക് 2015 ഈ ഓഗസ്റ്റ് മുതൽ അസുഖം തുടങ്ങി. എനിക്ക് അസുഖം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ എനിക്ക് ചില കുഴപ്പങ്ങളാണ്. എനിക്ക് വിശപ്പില്ല, തീരെ വിശപ്പില്ല, ഭക്ഷണത്തോട് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. അപ്പം ഞാൻ മെലിയാൻ തുടങ്ങി, വെയിറ്റ് കുറയാൻ തുടങ്ങി. അപ്പോൾ ഞാനങ്ങനെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ കോഴിക്കോട് പോയപ്പോൾ സുഹൃത്ത് പറഞ്ഞു ഇവിടെ നല്ലൊരു ഡോക്ടറുണ്ട്, ഡിംസ് ഹോസ്പിറ്റൽ കോഴിക്കോട്.
അവിടെ പോകാമെന്ന് പറഞ്ഞു. ഞാൻ രാവിലെ അവിടെ ചെന്നു. അപ്പോൾ അവിടെ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് തുടങ്ങണമെങ്കിൽ ചെക്കപ്പ് ചെയ്തിട്ട് റിസൾട്ടൊക്കെ കിട്ടണം. ഞാൻ ഡോക്ടറെ ഇന്ന് തന്നെ ചെക്കപ്പ് ചെയ്തേക്കാം. അങ്ങനെ ചെക്കപ്പ് ചെയ്തു. എല്ലാം ഇങ്ങനെ റിസൾട്ടൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സ്കാനിങ് എക്സ്റേ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു 12 മണിയായപ്പോൾ ഞാൻ കൊളാപ്സ് ചെയ്ത് താഴെ വീണു ഫുൾ. അപ്പോൾ എൻ്റെ വീട്ടിൽ 2-3 സുഹൃത്തുക്കളുണ്ട്. അവരെന്നെ എടുത്തുകൊണ്ട് നേരെ ICU കൊണ്ടുപോയി. ഡോക്ടേഴ്സ് വന്ന് ICUയിൽ കയറ്റിയപ്പോൾ ICU കയറി കഴിയുമ്പോൾ യാതൊരു ചലനവുമില്ല, ഫുൾ ഡെഡാണ്. ബോഡിയൊക്കെ ഭയങ്കരമായിട്ട് തണുത്തു, ഷുഗർ കണ്ടമാനം ഡൗണായി, BP ഷൂട്ടപ്പ് ചെയ്തു. അപ്പം എൻ്റെ കൂടെയുള്ളൊരു ഡോക്ടേഴ്സ് പറഞ്ഞ് രക്ഷയില്ല, പോയി ആൾ തീരുന്ന ലക്ഷണം എല്ലാവരും അറിയിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ വീട്ടിൽ പറഞ്ഞില്ല, എൻ്റെ അടുത്ത സുഹൃത്തുക്കളെ അവർക്ക് വിളിച്ച് പറഞ്ഞു. ഇതിൽ 2.5 മണിക്കൂർ ആ സ്റ്റേജിൽ ഞാൻ കടന്നുപോയി. 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് എൻ്റെ ഉള്ളിൽ എന്തോ ഞാനൊരു സ്വരം കേൾക്കുന്നു. അതാദ്യത്തെ എൻ്റെ അനുഭവം. എൻ്റെ ചുറ്റും നിൽക്കുന്നു ഒരുപാട് ആൾക്കാർ നിന്നിട്ട് ഇതൊക്കെ സംസാരിക്കുന്നത് കേൾക്കുന്നു. കേൾക്കുക. അതുവരെ എനിക്ക് യാതൊരു ബോധവുമില്ല. അപ്പോൾ ഇവരൊക്കെ എന്തൊക്കെ സംസാരിക്കുക, എന്നെ വിളിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒന്ന് മൂളി. അപ്പോൾ അവർക്ക് ഭയങ്കര പ്രതീക്ഷയായി തിരിച്ചു വരുന്നതായിട്ട്. അപ്പോൾ തിരിച്ചു വന്നു. അതും ബോധം വീണു. ബോധം വീണ് കഴിച്ചപ്പോൾ ഞാൻ നോക്കുമ്പോൾ ചുറ്റും മറിച്ച ആൾക്കാരാണ്. എന്നെ ഈ ഫിസിയോതെറാപ്പിസ്റ്റൊക്കെ ഇടിക്കുകയും തിരുമ്പുകയും അങ്ങനെയൊക്കെ ഏതാണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ 3 ദിവസം അവിടെ ICU കിടന്നു. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കിഡ്നി പോയി, 5% വർക്ക് ചെയ്യും. 2 കിഡ്നിയും 5% വർക്ക് ചെയ്യുന്നുള്ളൂ. ഇനി ഡയാലിസിസ് തുടങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കോട്ടയത്ത്, ഞാൻ അപ്പം ചാലക്കുടി താമസിക്കുന്നത്. കോട്ടയത്ത് എനിക്ക് ദൂരക്കൂടില്ല. ഞാൻ പറഞ്ഞു എന്നെ എറണാകുളത്തേക്ക് വിട്ടേക്കാൻ പറഞ്ഞു. ഞാൻ പിന്നെ രാത്രി തന്നെ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജ് മേടിച്ച് എറണാകുളത്ത് വന്ന് ലൂർദ് ഹോസ്പിറ്റലിൽ വന്ന് അവിടെ വന്നപ്പോഴും ഡോക്ടർ ഇത് സെയിം പറഞ്ഞു, ഡയാലിസിസ് തുടങ്ങണം പറഞ്ഞു. അപ്പോൾ അവിടെ ഒരാഴ്ച കിടന്നു. പിന്നെ ഡയാലിസിനുള്ള കത്തിത്തിരിട്ട് കഴുത്ത് തിരിച്ചിട്ട് കത്തിത്തിരിട്ട് അന്ന് ഡയാലിസിസ് തുടങ്ങി. അത് 8 മാസം പിന്നെ ഡയാലിസിസ് ചെയ്തു. അപ്പം ഈ ഡയാലിസിസ് ചെയ്യുമ്പോൾ ഉള്ളൊരവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ മെലിഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ഇവിടുന്ന് ഈ കസരത്ത് ഈ കസര ഇരിക്കാൻ പറ്റത്തില്ല. നടുവേനല്ല, അല്ല ശക്തിയില്ല. നമ്മളല്ലേ ആരെയും നമ്മളൊന്ന് പിടിച്ച് പൊക്കണം. ഈ അവസ്ഥ നമ്മളെ ഒക്കത്തില്ല. ആരെയും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെയൊന്നും ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് ഇനി ജീവിക്കേണ്ട, മരിച്ചാൽ മതി. അങ്ങനെ ഒരാഴ്ച പ്രാർത്ഥിച്ചപ്പോൾ ഒരു രാത്രി എന്നോട് വന്ന് സംസാരിക്കുക, ദൈവം നീ മരിക്കില്ല എന്ന് പറഞ്ഞു. ദൈവം തമ്പുരാൻ എന്നോട് പറയാ നീ മരിക്കില്ല എന്ന് പറഞ്ഞു. രാത്രി മരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പം പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ഇത് ഓർമ്മ വെച്ചു, ഈ സ്വപ്നം എനിക്ക് ഓർമ്മ വന്നു. എനിക്ക് സംസാരിച്ച കാര്യം നീ മരിക്കില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയി. പിന്നെ ഞാൻ മരിക്കാൻ പ്രാർത്ഥിച്ചില്ല. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ കിഡ്നിക്ക് ഡോണർ 22 പേര് വന്നു കിഡ്നി തരാൻ. 22 പേര് ഞങ്ങളുടെ ചർച്ച ചെയ്യുന്നു വന്ന് കിഡ്നി തരാൻ. എൻ്റെ O പോസിറ്റീവ് ബ്ലഡാണ്, കിഡ്നി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോഴത്തേനും എനിക്ക് ഭയങ്കര പ്രതീക്ഷയായി. പിന്നെ ഞാൻ ലിസി ഹോസ്പിറ്റലാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയത്. അപ്പോൾ ഡോക്ടേഴ്സൊക്കെ അത്ര പോസിറ്റീവ് നെഗറ്റീവാണ്. കാരണം എനിക്ക് പല അസുഖങ്ങളുണ്ട്. BP ഉണ്ട്, ഷുഗറുണ്ട്, കൊളസ്ട്രോളുണ്ട്, തൈറോയിഡുണ്ട്, ബ്ലഡ് കൗണ്ട് കുറവാണ്. ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇനി ഈ സർജറി ചെയ്യണ്ട, ഡയാലിസിസ് റിസ്ക്കാണ്, ഡയാലിസിസിനെ കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു രക്ഷയില്ല, ചെയ്ത് നോക്കുള്ളൂ. കാരണം ഞാൻ വളരെ പോസിറ്റീവാണ്, വിൽ പവർ കിട്ടി. എന്നോട് ദൈവം പറഞ്ഞല്ലോ, ഞാൻ വളരെ കോൺഫിഡൻ്റാണ്. ഡോക്ടർ പറഞ്ഞു ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, എന്നെ നിർബന്ധം തുടങ്ങി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫെബ്രുവരി 2016 ഫെബ്രുവരി 15 സർജറി നടത്തി. സർജറി കഴിഞ്ഞ് അന്ന് വൈകുന്നേരം എന്നെ വാടിക്കൊണ്ടുവന്നു, ICU വാടിക്കൊണ്ടുവന്നു. വൈകുന്നേരം ആയപ്പോഴത്തേനും ഡോക്ടേഴ്സ് വന്ന് ചെക്ക് ചെയ്തപ്പം അത് ഭയങ്കര ഹാപ്പിയാണ്. കാരണം യൂറിനൊക്കെ ഒരു 3-3.5 ലിറ്റർ യൂറിൻ കളക്ട് ചെയ്തു. സാധാരണ ഇത് അത്ര വരത്തില്ല. ഇതെല്ലാം വളരെ സക്സസ്ഫുള്ളായിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പോൾ ഒരു 15 മാസം കഴിഞ്ഞു, ഒരു കുഴപ്പമില്ല. ദൈവാനുഗ്രഹത്താൽ എല്ലാം പോസിറ്റീവ്. ഡോക്ടേഴ്സ് എല്ലാം വളരെ ഹാപ്പിയായി. എല്ലാ അസുഖവും പോയി. അസുഖങ്ങളെല്ലാം പോയി. ഡയബറ്റിക് ഉണ്ട്, അത് പിന്നെ മാറത്തില്ല. ബാക്കി എല്ലാ അസുഖവും പോയി, ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ കൗണ്ട്, അതായത് 0.9 ആണ് എൻ്റെ ഇത്. സാറിന് 1.4 വേണ്ടിയത്, 0.9 ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ വളരെ മിറക്കിളായിട്ട് ദൈവം രക്ഷിച്ചു. അപ്പോൾ ചേട്ടാ ഈ ശരിക്കും മേലാതായ സമയത്ത് ചേട്ടൻ ഇങ്ങനെ പ്രാർത്ഥനകൾ? ഉറപ്പായിട്ട് ഞാൻ നേരത്തെ തന്നെ പ്രാർത്ഥിക്കുന്ന ആളാണ്. പക്ഷേ ഈ സമയത്ത് കുറച്ചുകൂടി കൂടുതൽ ശക്തമായി പ്രാർത്ഥിക്കാൻ അടുക്കാൻ തുടങ്ങി. അങ്ങനെ അപ്പോൾ ഞാൻ പോകുന്ന വഴി നടക്കുന്ന വഴി എല്ലാം നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതാകുമ്പോൾ പ്രാർത്ഥന നമ്മുടെ ഒരു സ്വഭാവമല്ല, പ്രാർത്ഥന ഒരു ശീലമല്ല, സ്വഭാവമായി മാറും. പ്രാർത്ഥന സ്വഭാവമായി മാറണം, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഏത് രോഗത്തെയും ജയിക്കണമെങ്കിൽ നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ശക്തി ഉണ്ടാകണം.
അത് പുറത്തുനിന്ന് കിട്ടുന്നതല്ല, വേറെ ആളുടെ വാക്കുകൊണ്ടോ അല്ല അവിടെ പ്രവൃത്തി കൊണ്ടോ കിട്ടുന്നതല്ല, കട മേടിക്കുന്നതല്ല, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളത് ക്രിയേറ്റ് ചെയ്യണം. ആ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് പ്രാർത്ഥന വഴി മാത്രം. ഇനി എനിക്ക് മരിച്ചാ മതി എന്ന് ചേട്ടൻ പറഞ്ഞു. അന്നേരം അതിൽ നിന്നും ചേട്ടൻ ആ കോൺഫിഡൻസ് കിട്ടിയത് എങ്ങനെയാണ്? ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു. അപ്പോൾ ഈ പ്രാർത്ഥിക്കുമ്പം എനിക്കുള്ള എൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ ബൈബിൾ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ദൈവവചനമാണ് എനിക്ക് ശക്തി പോരുന്നത്. വചനം വളരെ ശക്തിയാണ്. ആനീസ് കിച്ചണിൽ എന്താണ് ആനിയുടെ ശക്തി? ആനിയുടെ വാക്കുകൾ, സംസാരമാണ്. ഒരു ഭാഷയുടെ ശൈലിയുണ്ട് അല്ലേ? കോട്ടയം ഭാഷ ഒരു ശൈലിയാണ് അല്ലേ? കോട്ടയം ഭാഷ വളരെ സ്വീറ്റാന്ന് എനിക്ക് മനസ്സിലായത് ആനിയുടെ ഈ ആനീസ് കിച്ചൺ കണ്ടപ്പോൾ. അല്ല, നമ്മുടെ ഭാഷയോട് എനിക്ക് അഭിമാനം തോന്നി. ഞാൻ കോട്ടയംകാരനാണ്. എനിക്ക് കോട്ടയം ഭാഷയെ പറ്റി അങ്ങനെ വലിയ അഭിമാനമൊന്നുമില്ല. പക്ഷേ ഇത് കണ്ടപ്പം ആനിയുടെ ലാംഗ്വേജ് വളരെ സ്വീറ്റായിട്ട് എനിക്ക് തോന്നി. ഞങ്ങൾ കോട്ടയം ഭാഷ സംസാരിക്കുന്നവരാ, പക്ഷേ ഇപ്പം തൃശ്ശൂർ താമസിക്കുന്ന കുറച്ചൊരു അങ്ങോട്ടൊരു ചായ വന്നിട്ടുണ്ട്. വരും. തൃശ്ശൂർ ഭാഷയിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഇട്ടാതൊക്കെ വരും. അല്ല, ഈ ഭാഷയുടെ സ്വാധീനം നമ്മൾ ഏത് മേഖലയിൽ താമസിക്കുന്നു, ഏത് ആൾക്കാരായിട്ട് ഇടപെടുന്നു, ആ ഭാഷയുടെ ഒരു സ്വാധീനം ഉണ്ടാകും. അതുപോലെ ഈ ഫുഡും അങ്ങനെ തന്നെയാ. ഈ ഒരു രുചിയുടെ സംസ്കാരം എന്ന് പറഞ്ഞ സംസ്കാരമാണ്, അതറിയോ? ഭക്ഷണത്തിന് ഒരു രുചിയുടെ സംസ്കാരം. അപ്പോൾ നമുക്ക് മലയാളികൾക്ക് ഒരു രുചിയുടെ സംസ്കാരമാണ്. പക്ഷേ അതേസമയത്ത് നോർത്ത് ഇന്ത്യൻസ് അവരുടെ രുചിയുടെ സംസ്കാരം വേറെയാണ്. യൂറോപ്യൻസ് അവരുടെ സംസ്കാരം. കേരളത്തിൽ തന്നെ തെക്ക് ഭാഗത്തുള്ള രുചിയുടെ സംസ്കാരമല്ല വടക്ക് ഭാഗത്ത്. എസ്പെഷ്യലി തലശ്ശേരി ഭാഗത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് ബിരിയാണി, നെയ്ച്ചോറ്, പത്തിരി ഇങ്ങനെയുള്ള വിഭവങ്ങൾ അവർക്ക് കൂടുതൽ ഇഷ്ടം അല്ലേ? അതേപോലെ മധ്യ തിരുവിതാംകൂർ എന്ന് പറയുന്നത് കപ്പ, മീൻകറി, മീറ്റ് ഐറ്റംസ് ഒക്കെയാണ് കൂടുതൽ ഇഷ്ടം അല്ലേ? നോൺ വെജ്. പക്ഷെ തിരുവനന്തപുരം വരുമ്പോഴത്തേനും പച്ചക്കറി, വെജിറ്റേറിയൻസ് കൂടുതലുണ്ട്. ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് രുചിയുടെ ഒരു സംസ്കാരമുണ്ട്, ഭാഷയുടെ ഒരു സംസ്കാരമുണ്ട്, എല്ലാ വ്യത്യാസമുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. തീർച്ചയായും സ്വാധീനിക്കും. എനിക്ക് മധ്യ തിരുവിതാംകൂറാണ് ഇഷ്ടം. എനിക്ക് കോട്ടയം ഫുഡാണ് ഇഷ്ടം. പുള്ളിക്കാരി എല്ലാം ഉണ്ടാക്കും. കപ്പ, മീൻകറി ഇതൊക്കെ ഉണ്ടാക്കും. മീനൊക്കെ സ്പെഷ്യലായിട്ടുണ്ടാകും. കോട്ടയം മീൻ പുതിയതായിട്ട് ഒന്നും പഠിച്ചിട്ടില്ല. ഉള്ളതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുക. പുതിയതായിട്ട് ഒന്നും പഠിച്ചില്ല. ചേട്ടാ ശരിക്കും ചേട്ടൻ സിനിമയിലൊക്കെ ഒരുപാട് ഈ പോലീസ് ക്യാരക്ടേഴ്സാണ് കൂടുതലും ചെയ്തേക്കുന്നത്. അപ്പം ഞാൻ ആദ്യം ചേട്ടനെ കാണുമ്പോൾ അല്ലെങ്കിൽ നേരിട്ട് കാണുന്നതിന് മുന്നേ തന്നെയും അല്ലെങ്കിൽ എൻ്റെ പ്രേക്ഷകർക്കും ഒക്കെ ഒരു ബേസിക്കലി ഒരു ഇത് എന്നാന്നറിയോ തോന്നുന്ന ചേട്ടൻ്റെ ലുക്കൊക്കെ കാണുമ്പോഴത്തേക്ക് എല്ലാവർക്കും തോന്നുന്നത് ചേട്ടൻ ശരിക്കും പോലീസിലാണെന്ന് തോന്നാന്നു. പോലീസായിട്ട് ഒരു ബന്ധമില്ല. പക്ഷെ ചേട്ടൻ്റെ ഒരു ബിൽഡപ്പും പേഴ്സണാലിറ്റി ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതെ ശരിക്കും ഞാൻ പിന്നെ പക്ഷെ വളരെ നാളെ വിദേശത്തായിരുന്നു. വിദേശത്തെ എയർ ഇന്ത്യയുടെ സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്തതാണ്. അത് മെയിനായിട്ട് അതായിരുന്നു എൻ്റെ ജോലി. അത് കഴിഞ്ഞ് തിരിച്ച് ഇന്ത്യയിൽ വന്നു. ഞാൻ 89 ഇന്ത്യയിൽ വന്നു. അതിനുശേഷമാണ് അഭിനയമൊക്കെ തുടങ്ങിയത്. അത് ഉള്ളിൽ അത് ഉണ്ടായിരുന്നു. ചെറുപ്പം പോലെ അഭിനയിക്കുവാൻ ഞാൻ. ആണോ അല്ലേ? അപ്പൊ ഈ കലാകാരനെ ആരാ കണ്ടുപിടിച്ചത് ആക്ച്വലി കണ്ടുപിടിച്ചല്ല, ഞാൻ തന്നെ എന്നെ എക്സിബിറ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പം ഞാൻ ആദ്യം കോൺടാക്ട് ചെയ്ത് വിനയനെയാണ്. അപ്പോൾ വിനയൻ്റെ ഒരു പടത്തിൽ എനിക്ക് ചാൻസ് തന്നു, ഡയറക്ടർ വിനയൻ. അപ്പോൾ കന്യാകുമാരി ഒരു കവിത, അതാണ് എൻ്റെ ആദ്യത്തെ പടം. രണ്ടാമത്തെ പടമാണ് സിബി മലയിൽ ചെങ്കോൽ. മൂന്നാമത്തെ പടമാണ് സ്ഫടികം. ശരിക്കും ഈ ആടുതോമ എന്ന് പറയുന്ന ആ ക്യാരക്ടർ റിയൽ ലൈഫിൽ അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു? അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു എന്നാണ് ബദ്രൻ സാറ് പറഞ്ഞത്. അത് പാലായിലുണ്ടായിരുന്ന ഒരു ക്യാരക്ടറാണ്. അദ്ദേഹം ഇതുപോലെ തന്നെ ഒരു റൗഡിയായിരുന്നു, പോലീസിലെ. ഇതേപോലെ ചേട്ടൻ ചെയ്ത ക്യാരക്ടറും ഒരു ലൈഫ് ക്യാരക്ടർ ഉണ്ടായിരുന്നു. ലൈഫ് ക്യാരക്ടർ ഉണ്ടായിരുന്നു. അത് ശരിക്കും അങ്ങനെ ബേസ് ചെയ്തെടുത്താണോ? അങ്ങനെ ബേസ് ചെയ്തെടുത്ത അതേ ബേസ് ചെയ്താണ് ബദ്രൻ സാർ ഈ കഥ ഉണ്ടാക്കിയിരിക്കുന്നത്. അതേ ബേസ് ചെയ്താണ്. പിന്നെ അതിനുവേണ്ടി ഒരുപാട് സ്ട്രെയിൻ എടുത്തു. ഞാൻ ആ പടം ചെയ്യാൻ വേണ്ടി കായികമായിട്ട് ഒരുപാട് അധ്വാനിച്ചു. പിന്നെ ആക്സിഡൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഇതുപോലെ ഞാനും മോഹൻലാലിനോട് ഈ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ഫൈറ്റ് സീൻ ഷൂട്ട് ചെയ്യാം. ചെന്നൈയിലെ വാണ്ടലൂർ എന്ന് പറഞ്ഞൊരു കോറിയാണ്, പാറമടയാണ്. അപ്പോൾ ലാല അങ്ങ് പാറമടയിൽ നിന്ന് ഇങ്ങനെ ഒരു ജീപ്പ് ഓടിച്ച് കയറി വരും. ഞാനിങ്ങനെ മുകളിൽ നിന്ന് ചാടുമ്പോൾ എനിക്കിട്ട് ജീപ്പ് പിടിക്കാൻ വരണം, പക്ഷേ ഞാൻ എസ്കേപ്പ് ചെയ്ത് മാറണം. ഞാൻ മുകളിൽ നിന്ന് ചാടി, പക്ഷേ എൻ്റെ ബോഡി വെയിറ്റ് കാരണം പെട്ടെന്ന് എനിക്ക് മാറാൻ പറ്റിയില്ല. എനിക്ക് മനസ്സിലായി എന്നെ ഇടിക്കല്ല, നെഞ്ചിടെ കയറി പോകുന്നറിയാം. ഞാൻ പെട്ടെന്ന് ഡൈവ് ചെയ്ത് മാറി, പക്ഷേ കാല് മാറിയില്ല. കാലിക്കടെ ഇങ്ങനെ കയറി ഇറങ്ങി, ഫ്രണ്ട് വീലും ബാക്ക് വീലും. പക്ഷേ ദൈവാനുഗ്രഹം ഒന്നും സംഭവിച്ചില്ല. ഞാൻ പെട്ടെന്ന് ചാടി എന്നിട്ട് ഓടുകയും ചെയ്തു. കണ്ടുവന്നവരെല്ലാം പേടിച്ച്. വില്യം സാർ അറിഞ്ഞു. പുള്ളി ഭയങ്കരമായിട്ട് ടെൻഷനായി, അവർക്ക് എല്ലാവർക്കും ടെൻഷനായി. പക്ഷേ
കാരണം ഇതേപോലെ ഒരു റിഗ്രറ്റ് വരുന്ന ഒരു ആർട്ടിസ്റ്റ് ലാൽ സാർ തന്നെയാണ്. ഈച്ച് ആൻഡ് എവറി ആർട്ടിസ്റ്റിനെ ഇങ്ങനെ ഭയങ്കര കൺസേൺ ചെയ്യും, അത് ശരിയാണോ ശരിയായോ എന്നൊക്കെ അല്ലേ. അല്ലല്ല, അത് പുള്ളി പിന്നെ ഭയങ്കരമായിട്ട് വെച്ചാൽ ലാലു വൈകുന്നേരം എന്നെ വിളിച്ചു, എങ്ങനെയുണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല, ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. ശരിക്കും ആ സിനിമയ്ക്കകത്ത് ഒരുപാട് ഫൈറ്റ് ഉണ്ട്, ഒത്തിരി. ചേട്ടനാണെങ്കിൽ കളരി അറിയാം, ലാൽ സാറിനാണെങ്കിൽ ഗുസ്തി അറിയാം. അപ്പൊ പിന്നെ ശരിക്കും ആ പടത്തിന്റെ എൻ്റെ വിജയം എന്ന് പറയുന്നത് എനിക്ക് ഓപ്പോസിറ്റ് ചെയ്യുന്ന മോഹൻലാൽ തന്ന സപ്പോർട്ടാണ്. പിന്നെ മോഹൻലാൽ എടുക്കുന്ന റിസ്ക്, ഭയങ്കര റിസ്ക് എടുക്കുന്ന ആളാണ് മോഹൻലാൽ, ഭയങ്കര റിസ്ക്കാണ്. പക്ഷേ ആ പാറവിടെ നിന്നൊക്കെ ചാടുകയും ആനപ്പുറത്തുനിന്ന് ചാടുകയും അദ്ദേഹം ശരിക്കും പറഞ്ഞ ഒരു ഇത് ഡ്യൂപ്പിനെ പോലും ഇല്ലില്ല. ആലെ സംബന്ധിച്ച് അങ്ങനെ ഡ്യൂപ്പിന്റെ പ്രശ്നമൊന്നുമില്ല, പറ്റുന്ന പുള്ളി തന്നെ അത് ചെയ്യും, ഒറിജിനൽ ചെയ്യും. അഞ്ഞ് മാസ്റ്റർ പറയാ ചെയ്യേണ്ടെന്ന് പറഞ്ഞാലും അത് പുള്ളി ചെയ്താക്കാം മാസ്റ്റർ ചെയ്യാന്ന് പറയും. അങ്ങനെ ഒത്തിരി ഡെഡിക്കേറ്റഡ് ആണ് അല്ലേ, ഒരുപാട് ശരിക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പൊ ചേട്ടൻ ഒരുപാട് വില്ലൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്, അതിന്റെ പവർ ഒക്കെ നമുക്കറിയാവേ. പക്ഷെ കുറെ കഴിയുമ്പോൾ ഈ വില്ലൻ ക്യാരക്ടേഴ്സ് ചെയ്ത ആൾക്കാരൊക്കെ കോമഡി ചെയ്യുന്നുണ്ട്. അത് ശരിക്കും എന്നാ ഉള്ളിലൊരു കൊമേഡിയൻ ഉള്ളത് കൊണ്ടാണോ? അതെ, അല്ല അതെന്നാന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഇങ്ങനെ മഴ പെയ്തുകൊണ്ട് എപ്പോഴും മഴയാണെങ്കിൽ വെയിൽ വരാൻ ആഗ്രഹിക്കും, ഇല്ലേ? എപ്പോഴും വെയിലാണ് പറയും മഴ വരട്ടെ എന്ന് ആഗ്രഹിക്കും. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്യാരക്ടറിനെ സിനിമയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്കൊരു ചേഞ്ച് ആവശ്യപ്പെടും, മനസ്സ് തന്നെ ആവശ്യപ്പെടും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, നമ്മൾ 100% അതിനോട് ഇൻവോൾവ് ആവും. അങ്ങനെ സംഭവിച്ചാണ് ഈ കോമഡി ക്യാരക്ടറൊക്കെ. ഹാലോ ഇല്ലാത്ത കോമഡി ക്യാരക്ടർ ചെയ്തു, പിന്നെ സൂപ്പർമാൻ ഒരു പരിധി വരെ കോമഡി ഉണ്ടായിരുന്നു, പിന്നെ മായാമോഹിനി നല്ല കോമഡി ക്യാരക്ടറാണ്. അത് ഇങ്ങനെ ആകസ്മികമായിട്ട് വീട് കിട്ടുന്ന ഭാഗ്യങ്ങളാണ്. അത് ശരിക്കും ചേട്ടാ കോമഡി ചെയ്യുമ്പോഴും വില്ലൻ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ശരിക്കും ചേട്ടനെ സംബന്ധിച്ച് കംഫർട്ട് ഏതാണ്? എനിക്ക് കോമഡിയാണ് കംഫർട്ട്. എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിരിക്കുന്നത് കോമഡിയാണ്. പക്ഷെ വില്ലൻ ചെയ്യുമ്പോൾ നമ്മൾ ഓവർ സ്ട്രെയിൻ ചെയ്യണം. കാരണം എൻ്റെ നാച്ചുറൽ ക്യാരക്ടേഴ്സ് വിട്ടിട്ട് ഒരു പടിയല്ല, ഒരു 100 ഡിഗ്രി മുകളിലേക്ക് കയറണം അല്ലേ, ആ ക്യാരക്ടർ. പക്ഷേ എൻ്റെ ഒറിജിനൽ ക്യാരക്ടറിൽ നിന്ന് ഈ കോമഡിയിലേക്ക് പോകാൻ വലിയ ദൂരമില്ല, ഷോർട്ട് ഡിസ്റ്റൻസ്. അപ്പൊ ചേട്ടനെ ഈ പറഞ്ഞോട്ട് വീട്ടിലൊക്കെ ഭയങ്കര തമാശക്കാരൻ അല്ല, വീട്ടിൽ ഞാൻ സീരിയസും അല്ല തമാശയല്ല, നോർമൽ മാൻ, നോർമലാ. ഞാൻ ഇപ്പം പിള്ളേരോടാണല്ലേ അങ്ങനെ വലിയ തമാശകളും പറയാറില്ല. പിള്ളേരെ എന്നാ ചെയ്യുക? പിള്ളേരെ ഞാൻ പറയാം, മൂത്ത മോള് ഹസ്ബൻഡ് ലണ്ടനിലാണ്, അവൾ അശ്വതി അവരുടെ പേര്. രണ്ടാമത്തെ മോളും ഹസ്ബൻഡും ബാംഗ്ലൂരാണ്. മൂന്നാമത്തെ മോൻ അബുദാബിയിലാണ്, മോൻ്റെ കല്യാണം കഴിഞ്ഞ്. നാലാമത്തെ ആൾ ബാങ്കിൽ വർക്ക് ചെയ്യുക, ഓസ്ട്രേലിയൻ ന്യൂസിലൻഡ് ബാങ്ക്. ഇളയാൾ ഇപ്പോൾ MSW കഴിഞ്ഞ് എൻ്റെ കൂടെ ഉണ്ട്, അവിടെ ഒരു ചെറിയ ജോലിയുണ്ട്. ചേട്ടാ ഇപ്പൊ വന്നപ്പോ എന്നോട് പറഞ്ഞില്ലായിരുന്നു ചേട്ടനെ ശരിക്കും പറഞ്ഞ മലയാള നടനല്ല ഒരു തെലുങ്കിന്ന് കൊണ്ടുവന്നേക്കുന്ന കൂട്ടുകാരെന്ന് പറഞ്ഞു തന്നെ. ശരിക്കും ചേട്ടൻ വേറെ അന്യ ഭാഷകളിലൊക്കെ ചെയ്തിട്ടുണ്ടോ? ഞാൻ ഈ സ്ഫടികത്തിൻ്റെ റീമേക്ക് ചെയ്തിട്ടുണ്ട് ഒരു തെലുങ്കിൽ, പടത്തിൻ്റെ പേര് വജ്രം എന്നായിരുന്നു. പിന്നെ വേറെ അവിടെ തന്നെ ഒരു 3-4 പടത്തിന് എനിക്ക് ഓർഡർ കിട്ടി. അപ്പം ഞാൻ ഈ സമയത്ത് ഈ മലയാളത്തിൽ തിരക്കായിരുന്നു. ഈ പുതുക്കോട്ടിലെ പുതുമോളെ അഭിനയിക്കുമ്പോൾ അത് ഞാൻ അവിടെ തെലുങ്ക് ചെയ്തിട്ടാണ് വന്നത്. അപ്പൊ എനിക്ക് ഡേറ്റ് ഇല്ല, അവർക്ക് കൊടുക്കാൻ ഡേറ്റ് ഇല്ല. അപ്പൊ ശരിക്കും ഈ സ്ഫടികം ജോർജ് പോലെ ഒരു വേറൊരു ക്യാരക്ടർ ചേട്ടന് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം? ഇല്ല, ഒന്നും വന്നില്ല, അതുപോലെ ഒരു ക്യാരക്ടറും വന്നില്ല സ്ഫടികം പോലെ. അപ്പൊ എപ്പോഴും ഇഷ്ടപ്പെട്ട പക്ഷെ നല്ല ക്യാരക്ടേഴ്സ് ഒരുപാട്. ഇപ്പൊ ഞാൻ പറയാം, ലേലത്തിലെ കടയാടി ബേബി നല്ല ക്യാരക്ടർ. അപ്പോൾ അതുപോലെ തന്നെ വാഴുന്നവർ, പത്രം, വാഴക്കാലി, ഞാനും മഞ്ജു വാര്യരായിട്ട് അഭിനയിച്ചു, വാഴക്കാലി, ഒക്കെ നല്ല ക്യാരക്ടേഴ്സ്, ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ചേട്ടാ ഈ ശരിക്കും ഈ ക്യാരക്ടർ കണ്ടിട്ട് ആരെങ്കിലും പ്രേക്ഷകർ അങ്ങനെ പേടിച്ചൊക്കെ അടുത്ത് വന്നിട്ട്? ഒന്നുമില്ല, ചേട്ടൻ ഈ പറഞ്ഞുകൊണ്ട് ചെറിയ പൊക്കൊന്നുമില്ലല്ലോ, എല്ലാവരും നോക്കണമെങ്കിൽ തന്നെ ഇങ്ങനെ നോക്കണം. അതെന്നാ പറയാ, ഈ ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് റോൾ ചെയ്യുന്നവരുടെ ആൾക്കാർക്ക് ഒരു പേടിയുണ്ട്. പേടിയുള്ളത് ഒരു പരിധി നല്ലതാണ്. കാരണം നമ്മളിങ്ങനെ വഴി കൂടെ ഒക്കെ പോകും, കള്ളുകുടിമാരൊന്നും അധികം വലിയ ശല്യം ചെയ്യത്തില്ല, അടുക്കത്തില്ല. പിന്നെ ഈ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഇമ്പാക്റ്റ് മാറിയത് ഞാൻ ഈ ഹലോ ഒക്കെ ചെയ്തപ്പോഴാണ്. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി. അപ്പോൾ പിള്ളേരൊക്കെ എന്നോട് അടുത്ത് വരാൻ തുടങ്ങി. അല്ലെ കുറച്ച് ദൂരെ നിൽക്കുള്ളൂ. അപ്പോൾ അവർക്ക് മനസ്സിലായിരിക്കും ഉദ്ദേശിക്കുന്ന ആളല്ല, സീരിയസ് അല്ല, ആള് കുറച്ച് സിമ്പിളാണ്. അല്ല ഇങ്ങനെ ഈ ഒരു ഇപ്പൊ വില്ലൻ ക്യാരക്ടർ ചെയ്തേച്ചാ ചേട്ടൻ ആരെങ്കിലും ഇങ്ങനെ വരട്ടേണ്ടിയൊക്കെ വന്നിട്ടുണ്ടോ? ഇല്ല, വില്ലൻ ക്യാരക്ടർ അങ്ങനെ ആരെയും ഞാൻ വരട്ടിയിട്ടില്ല. ഔട്ട്സൈഡ്. പക്ഷെ ഞാൻ ചില ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി ചില നാടകങ്ങൾ കളിച്ചിട്ടുണ്ട്. ഇനി കന്യാകുമാരിയിൽ കവിത എന്ന സിനിമ അഭിനയിക്കുന്ന ആലപ്പുഴയിലെ ഏതോ ഒരു ഷൂട്ട് ആലപ്പുഴ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ഇങ്ങനെ ബുള്ളറ്റേ വരും, ബൈക്കേ വരും. അപ്പം മുടിയൊക്കെ ഇങ്ങനെ മുട്ടയടിച്ച പോലെയാണ്, കുറ്റുമുടിയാണ്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ക്രൗഡ് നിൽക്കുന്നു. ക്രൗഡ് എന്ന് വെച്ചാൽ ഒരു 3-4 ചെറുപ്പക്കാരുണ്ട്, ഒരു വയസ്സിനുണ്ട്.
ഈ ചെറുപ്പക്കാർ ഒരു കൊടുവാൾ കൊണ്ട് ഈ വയസ്സിനെ വെട്ടുക. ഒയ്യോ. അപ്പോൾ അയാളിങ്ങനെ ഡിഫെൻഡ് ചെയ്തിട്ട് കൈയെല്ലാം മുറിഞ്ഞ് ഭയങ്കര ചോരയൊക്കെയാണ്. ശരിക്കും ഇത് കണ്ടിട്ട് ഇവരെ ഉപേക്ഷിച്ച് പോകാനും പറ്റത്തില്ല. പിന്നെ ഇവരെങ്ങനെയുള്ള ക്യാരക്ടർ എനിക്കറിയത്തില്ല. ഇത് ഈ പയ്യന്മാരെല്ലാം നമുക്കറിയത്തില്ല. ഞാൻ ബുള്ളറ്റ് അവിടെ ചവിട്ടി നിർത്തി ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു, പോണോ വേണ്ടയോ ഒന്ന് ആലോചിച്ച് ശക്തി സംഭരിച്ച് ബുള്ളറ്റ് സ്റ്റാൻഡ് വെച്ചിട്ട് അന്ന് കുറച്ച് ധൈര്യം ഉണ്ടല്ലോ, അവൻ അന്ന് ഷൗട്ട് ചെയ്ത് നിർത്തലാന്ന് പറഞ്ഞു. ഇവന്മാർ നിർത്തി പേടിയുണ്ട്. അപ്പോൾ ഇയാളെന്നോട് ഏറ്റവും ഓടി വന്നു, സാറേ ഇവനെന്നെ വെട്ടി എന്നൊക്കെ പറഞ്ഞു. ചേർത്താൽ പൊക്കോളാൻ പറഞ്ഞു. ഇയാളെ ആദ്യം എസ്കേപ്പ് ചെയ്ത് ഇയാളെ ഓടിച്ചു വിട്ട് ഇവരോടും പൊക്കോളാൻ പറഞ്ഞു. രണ്ടുപേരും പിരിച്ചു പോയി. ഒന്നും ചോദിച്ചില്ല, രണ്ടു കൂട്ടരും പിരിഞ്ഞു പോയി. അപ്പോൾ അവരുടെ ധാരണ ഞാനത് പോലീസ്. അതിപ്പോ ഞാൻ പറഞ്ഞ കൂട്ടാ ഈ പറഞ്ഞോട്ട് 6 എത്ര ആയിട്ടുണ്ട്? 6'3" ഹൈറ്റ് വെച്ചേച്ച് അന്ന് നല്ല ഇച്ചിരി വണ്ണമൊക്കെ ഉണ്ടല്ലേ, അത്യാവശ്യത്തിന് വണ്ണമൊക്കെ ഉണ്ടായിട്ട് ഈ ഒരു കവലയെ ചെന്നേച്ച് ഇങ്ങനെ ഒന്ന് വരട്ടി ആരാ വരലാത്ത എല്ലാരും വരണ്ട് ഓടുവേ. അത് സ്വാഭാവികമായിട്ട് ഒരു സാഹചര്യം കൊണ്ട് സംഭവിച്ചാ. കാരണം ഈ മനുഷ്യനെ രക്ഷിക്കേണ്ട എൻ്റെ ഒരു ധാർമ്മിക ചുമതലയായി. നീതിബോധമുള്ള മനസ്സുള്ളതുകൊണ്ടാണ്. നമുക്കെപ്പോഴും നീതിബോധം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ ചേട്ടൻ പറഞ്ഞു ഇപ്പൊ ചേട്ടൻ ഒരു വയ്യായ്മ വന്നപ്പോൾ ചേട്ടൻ ഒരുപാട് പ്രാർത്ഥനയിൽ കൂടിയും ഒക്കെ അല്ലേ ചേട്ടന് ശരിക്കും ഈ നീതിബോധവും ചേട്ടൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളതാണ്, ഇൻബോൺ ആണ്. പിന്നെ ചേട്ടൻ പ്രാർത്ഥനയോട് കൂടുതൽ ദൈവത്തോട് കൂടുതൽ അടുക്കുന്ന ഒരു വ്യക്തിയും കൂടി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ട്. ചെറുപ്പത്തിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയോ എൻ്റെ റൂട്ട് ഡൈവേർട്ട് ചെയ്ത് പോയി. ദൈവഭക്തി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. അതൊന്ന് ഡെവലപ്പ് ചെയ്തു. നമ്മളെ ബാധിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് പ്രാർത്ഥന വഴി മാറ്റിയെടുക്കും. ഇപ്പോൾ ഉദാഹരണം എൻ്റെ രോഗം തന്നെ. പിന്നെ അതാ ഞാൻ ചോദിച്ചത് ചേട്ടാ, ഇപ്പൊ ചേട്ടൻ ഇത്രയും നല്ലൊരു വെൽ കോൺഫിഡന്റ് ആയിട്ട് വളരെ പോസിറ്റീവായിട്ട് എൻ്റെ അസുഖം മാത്രമല്ല, എൻ്റെ വൈഫും രോഗിയായിരുന്നു. അതായത് 2015 2014 2015 എൻ്റെ വൈഫിന് ക്യാൻസർ വന്നു. അപ്പം ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. പക്ഷെ അത് വലിയ സിവിയറായില്ല. ഫസ്റ്റ് സ്റ്റേജ് തന്നെ കണ്ടെത്തി, അത് ക്യൂറായി. അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കിഡ്നി രോഗം വന്നത്. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ വയ്യായ്മ വന്നു. പക്ഷെ അപ്പം പൂർണ്ണമായും നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാനുള്ള ഒരു സംഭവമായി മാറി. അത് നമ്മൾ ഓരോരുത്തർ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താലേ അത് മനസ്സിലാവുള്ളൂ. എക്സ്പീരിയൻസ് ചെയ്യാത്തവരോട് പറഞ്ഞിട്ട് കാര്യം, കണ്ടടിക്കാത്തവർ കണ്ടതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലേ, അത് മനസ്സിലാകത്തില്ല. സത്യം. ഇപ്പം ശരിക്കും ഞാൻ പറയട്ടെ, പണ്ടൊക്കെ പിന്നെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ സന്ധ്യയ്ക്ക് ഒരു നാമജപം പറയുന്നതോ അല്ലെങ്കിൽ കൂട്ടത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതോ ഒന്നും നമ്മൾ കാണുന്നില്ല. കുഞ്ഞുങ്ങൾക്ക് ഒരു നാമജപം പറയാൻ പോലും അറിയാമേല, അത് പകർന്നു കൊടുക്കാൻ പോലും ആരും ഇല്ലാത്തൊരവസ്ഥയാണ്. അത് മാറണം. നമ്മളിപ്പം വീടുകൾ എപ്പോഴും നമ്മളിപ്പോൾ ഒരു സ്വർഗീയ ഭവനമായി മാറണം. സ്വർഗത്തിൻ്റെ ഒരു ചെറിയ പതിപ്പാണ് കുടുംബം എന്ന് പറയുന്നത്. കാരണം ദൈവം ഈ ഭൂമിയിൽ സ്ഥാപിച്ച ഏറ്റവും ചെറിയ യൂണിറ്റ് കുടുംബമാണ്. കുടുംബത്തിൽ അത് മാതാപിതാക്കളുണ്ട്, മക്കളുണ്ട്. അവരെ ഏക മനസ്സോടെ ഒന്നായിരിക്കണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ഏക മനസ്സോടെ ഇരിക്കുന്ന അവസ്ഥ ഉണ്ടാകണമെങ്കിൽ അവർ പരസ്പരം പങ്കുവയ്ക്കുകയും പരസ്പരം ഒന്നിച്ച് ഭക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അല്ലേ, അതാണ് കുടുംബം എന്ന് പറയുന്നത്. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം, അല്ലേ? അപ്പോൾ അതുപോലെ ഒരു അവസ്ഥ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകണം. തീർച്ചയായിട്ടും. അയ്യോ, അത് വലിയൊരു കാര്യം തന്നെ. ഈ കുടുംബത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ചേട്ടനെ പിടിച്ച് നമ്മുടെ കുടുംബത്തിൽ പിടിച്ചിരുത്തിയിട്ട് വർത്താനം പറയാ, ഭക്ഷണം പോലും കൊടുക്കുന്നില്ല. എന്നെ ശരിക്കും പറഞ്ഞ ഒരു മര്യാദയുടെ പേര് പോലും ഇല്ല. പക്ഷെ ചേട്ടൻ പറഞ്ഞു തരുന്ന ഒരുപാട് നല്ല നല്ല കാര്യങ്ങളാണ്. ഈ പറഞ്ഞ കൂട്ട് നമുക്ക് ഭക്ഷണം വേണമില്ല എന്നല്ല, പക്ഷെ മനസ്സുകൊണ്ട് ഒരുപാട് തകർന്നു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഭക്ഷണത്തിന്റെ കാര്യം പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് നമ്മുടെ ഒന്നാമത്തെ ഭക്ഷണമാണ്. ഒന്നാമത്തെ ഭക്ഷണം എന്താണ് മനുഷ്യൻ്റെ? അറിയില്ല. ഒന്നാമത്തെ ഭക്ഷണം പ്രാണവായുവാണ്. ഞാൻ പറഞ്ഞു രണ്ടാമതൊക്കെ ഈ ഭക്ഷണമൊക്കെ രണ്ടാമതുള്ളൂ. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന കാര്യം, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ജീവശ്വാസം മനുഷ്യരിലേക്ക് നിശ്വസിച്ചു. എന്നിട്ട് നിരന്തരം ഇങ്ങനെ ശ്വാസോച്ഛ്വാസം ചെയ്യാം മനുഷ്യൻ. ഒരു മിനിറ്റിൽ ആരോഗ്യമുള്ള മനുഷ്യൻ 72 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ കഴിക്കുന്ന ഓക്സിജൻ്റെ വില നമുക്കറിയത്തില്ല. അറിയാമോ? അറിയത്തില്ല. ഞാനൊന്ന് കണക്കാക്കി, എൻ്റെ ഒരു സുഹൃത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ ഒരു ദിവസത്തെ ഓക്സിജൻ്റെ വില 1500 രൂപയാണ്. കൃത്രിമ ശ്വാസോച്ഛ്വാസം ഓക്സിജൻ കൊടുക്കണം. അങ്ങനെ ഞാൻ കണക്കാക്കിയപ്പോൾ 80 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന വ്യക്തി കഴിക്കുന്ന ഓക്സിജൻ്റെ വില 4 കോടി രൂപ വരും. ഇത് നമ്മൾ കണക്കാക്കിയിട്ടുണ്ട്. 4 കോടി രൂപ വിലക്കുള്ള ഓക്സിജൻ ഒരു 80 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന വ്യക്തി കഴിക്കുന്നുണ്ട്. പിന്നെ ആഹാരം, വെള്ളം, വസ്ത്രം, അതൊക്കെ വേറെ. ഇതാണ് ഒന്നാമത്തെ ഭക്ഷണം. ഞാൻ പറഞ്ഞതാ പ്രാണവായു. പക്ഷേ ഞാൻ ചിന്തിക്കും, എന്തിനിങ്ങനെ നിരന്തരം 1 മിനിറ്റ് ശ്വസിക്കണം നമ്മൾ? ദൈവത്തിന് വേണേൽ 1 മണിക്കൂർ അല്ല 24 മണിക്കൂർ അങ്ങനെ ശ്വസിച്ചാലും പോരായിരുന്നു. പക്ഷേ ഇങ്ങനെയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരുന്നത്. അതിന് പിന്നിൽ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളുണ്ടാവും. അത് അതിൻ്റെ ഒരു ഉദ്ദേശം ഞാൻ പറയാം,
ശരീരത്തിൻ്റെ ജീവൻ പ്രാണവായു, ആത്മാവിൻ്റെ ജീവൻ എന്താണ്? നിലനിർത്താൻ ദൈവത്തോട് എപ്പോഴും ചേർന്ന് നിൽക്കുക. പിന്നെ നമ്മളിപ്പോൾ പ്രാണവായു മുഴുവൻ ഈ അന്തരീക്ഷത്തിൽ നിറച്ചിട്ടല്ലേ നമ്മളെ സൃഷ്ടിച്ചത്. തീർച്ചയായിട്ടും ഇത് മത്സ്യങ്ങളെ വെള്ളത്തിൽ ഇട്ടിരിക്കുന്ന പോലെ നമ്മളെ പ്രാണവായനകത്തിട്ടിരിക്കുക. ഇതങ്ങ് വലിച്ചെടുത്താലോ ഒരു സുപ്രഭാതത്തിൽ തീർന്നില്ല. ഈ മത്സ്യത്തെ കരയൊക്കെ ഇടുന്ന പോലെ നമ്മൾ പടഞ്ഞുവിടം ചെയ്യാവും അല്ലേ? ഇതെല്ലാം ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവർത്തികളാണ് അല്ലേ? എന്തായാലും ഇനി ഒന്ന് ഭക്ഷണം വിളമ്പണം. അതിന് രുചിയും കൂടെ പ്രേക്ഷകർക്ക് ഒന്ന് അറിയണ്ടായോ? ചേട്ടൻ പറയുമ്പോഴല്ലേ അവർക്ക് കോൺഫിഡൻസ് വരത്തുള്ളൂ. തീർച്ചയായും മഷികളെ കപ്പ സൂപ്പർ കപ്പയാണ്. നല്ലപോലെ വെന്തു അല്ലേ? അതെ, നല്ല കപ്പയായി. നല്ല കപ്പയാണ്. മീൻകറി നമ്മുടെ കോട്ടയം സ്റ്റൈൽ മീൻകറി പോലെ എനിക്ക് തോന്നുന്നത്. അത് മീൻകറി അല്ല, ഇത് ടൊമാറ്റോ മാത്രം ഇട്ട് ചെയ്ത മീൻകറിയാണ്. ഇത് മറ്റേ കുടംപുളിയില്ല? കുടംപുളി ഉണ്ട്. കുടംപുളിയുണ്ട്. കുടംപുളിയുടെ ടേസ്റ്റ് ഉണ്ട്. കുടംപുളി ടേസ്റ്റ് ഉണ്ട്. കുടംപുളി ഉണ്ട്. വെരി ഗുഡ്, നന്നായിരിക്കുന്നു. അപ്പം ആനീസ് കിച്ചണി വന്നതിന്, ക്ഷണിച്ചതിന്, ഇത് തന്നതിന് നന്ദി. അത് ഫോർമാലിറ്റി ആയി പോകും ചേട്ടാ. അടുക്കള ഫോർമാലിറ്റി വേണ്ട. ചേട്ടൻ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അടുക്കളയിലിരുന്ന് സന്തോഷത്തോടെ കഴിച്ച് വിശേഷമൊക്കെ പറഞ്ഞു പോകുന്ന പോലെയുള്ളൂ. ഇന്ന് ചേട്ടനാ വരുന്നതെന്ന് പറഞ്ഞോണ്ടേ ഞാൻ ശരിക്കും പറഞ്ഞാൽ ചേട്ടന് ഒരു 5 കുസൃതി ചോദ്യങ്ങൾ കരുതി വെച്ചിട്ടുണ്ടേ. പെട്ടെന്ന് ഞാൻ ചോദിക്കും, ചേട്ടൻ പെട്ടെന്ന് എനിക്ക് ഉത്തരം പറയണം. അറിയാന്നാണ് പറയാം. അതെ, സിമ്പിളാ ചേട്ടാ, ഒരുപാട് തിങ്ക് ചെയ്യാനൊന്നുമില്ല. ഞാൻ ചുമ്മാ ചോദിക്കട്ടെ, തുടങ്ങാം നമുക്ക്. ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു കാർട്ടൂൺ കഥാപാത്രം ഏതാ? മിക്കി മൗസ്. മിക്കി മൗസ്. ഓക്കെ. ഒരു പ്രണയം തോന്നിയ നടി ആരാ? ഒരു നടി ഇതുവരെ തോന്നിയിട്ടില്ല, പ്രണയം തോന്നിയിട്ടില്ല. ഓക്കെ. ഈ സൂപ്പർ സ്റ്റാർസിൽ ആരുടെ വില്ലൻ ആവാൻ ഏറ്റവും ഇഷ്ടം? വില്ലൻ ആകാനോ? മോഹൻലാലിന്റെ. നോട്ട് ബാഡ്. പിന്നെ സ്ഫടികം ജോർജ്, ക്യാപ്റ്റൻ രാജു, കീരിക്കാടൻ ജോസ്, ഇവരുടെ നായകന്മാർ ആരായിരിക്കും? മമ്മൂട്ടി മോഹൻലാലായിരിക്കും. സുരേഷ് ഗോപി ആകാം. ഓ, സുരേഷ് ചേട്ടനും കൂടെ ഉണ്ടോ? ഓക്കെ. പിന്നെ ജീവിതത്തിൽ ഒരു പോലീസുകാരനായിരുന്നെങ്കിൽ? പോലീസുകാരൻ തന്നെ റിട്ടയർ ചെയ്ത് പെൻഷൻ മേടിച്ചാണ്. അവസാനം കൊണ്ട് കളഞ്ഞ് എനിക്ക് ചോദ്യം ചോദിക്കാൻ പറ്റുന്നില്ല. അത് അസലായിരുന്നു. റിട്ടയറായ പെൻഷൻ കിട്ടും. ഉറപ്പല്ലേ? ചേട്ടൻ കഴിച്ചോളൂ, മറുപടി കിട്ടി എനിക്ക്. ഇനി ചോദ്യം ഇല്ലല്ലോ? ഇത്രേ ഉള്ളൂ. ഇനി ചേട്ടൻ ഒരു വലിയൊരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു കുറച്ച് പെർഫോമിംഗ് ക്യാരക്ടർ വന്നാൽ ചെയ്യാൻ നോക്കുവോ? തീർച്ചയായിട്ടും ചെയ്യാം. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഫുൾ കോൺഫിഡൻസ് ആയി. ഇപ്പൊ ചാടാനും അങ്ങനെ അത്യാവശ്യം നമുക്ക് ചാടും. ഭയങ്കര പഴയ പോലെ ഇപ്പൊ സ്പടികം ചെയ്ത പോലും ചെയ്യാൻ പറ്റില്ല. അത്യാവശ്യം നോർമൽ ആയിട്ടുള്ള എല്ലാ ഡ്യൂട്ടീസും ചെയ്യാൻ പറ്റും. ബാക്ക് ടു നോർമൽ. അത് கொஞ்சம் ചെയ്യാൻ കുഴപ്പമില്ല. ഇനി അങ്ങനെ ദൈവം അനുവദിക്കുന്നെങ്കിൽ വീണ്ടും ശക്തമായ കഥാപാത്രങ്ങൾ. ദൈവം തമ്പുരാൻ ഇത്രയും വലിയൊരു അതിശയം ഞങ്ങളുടെ മുമ്പിൽ, നമ്മുടെ പ്രേക്ഷകർക്ക് മുമ്പിൽ പോലും അത് തെളിയിച്ചു കഴിഞ്ഞേക്കുക. പിന്നെ ഇനി നമുക്ക് എന്നാ സംശയം? ദൈവത്തോട് ഒരു സംശയമില്ല. അല്ലെങ്കിലും ദൈവത്തോട് നമുക്ക് ഒരു സംശയമില്ല. കാര്യം നമ്മളെ ദൈവം സൃഷ്ടിച്ചിട്ട് അദ്ദേഹത്തെ എന്തിനാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. ഇവിടെ ഇപ്പൊ എനിക്കെന്നായിരിക്കത്തില്ല, എൻ്റെ പ്രേക്ഷകർക്കും തോന്നി കാണണം. കാര്യം ഞാനിവിടെ സ്ഫടികം ജോർജ് എന്ന് അവരോട് പറയുമ്പോൾ അവരുടെയൊക്കെ മനസ്സിനകത്തുണ്ടാവുന്ന ഒരു വ്യക്തിയെ പറ്റി നമുക്കറിയാമല്ലോ. ഭയങ്കര കട്ടപ്പെട്ടാ നിന്ന് ദേഷ്യപ്പെട്ട് ഇങ്ങനെ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയെ. പക്ഷെ ഇപ്പൊ ഇത്രയും നേരം സംസാരിച്ചപ്പോൾ ആ ഒരു സ്ഫടികം ജോർജ് എന്ന് കണ്ട ഒരു വ്യക്തിയെ അല്ല ഇപ്പൊ ഞങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്രിസ്റ്റൽ ക്ലിയർ, ഒരു നല്ലൊരു മനുഷ്യൻ. എന്താ പറയുക, ഒരുപാട് നന്മകൾ മാത്രം മനസ്സിൽ കാണുന്നതും ഒരുപാട് നീതിബോധത്തെക്കുറിച്ചും മനസ്സിലാക്കിയും ദൈവത്തെ ഒരുപാട് അടുത്തറിഞ്ഞ് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അതാണ് ഞങ്ങൾക്കൊരു മനസ്സിലാക്കിയത്. അത് മാത്രമല്ല, ദൈവത്തെ മുറുക്കെ പിടിച്ചാൽ നമുക്ക് ദൈവം കൂടെ ഉണ്ടെന്ന് തെളിയിച്ച് തന്നില്ലേ? ഇതിപ്പരം ഒരു എന്നാ ചേട്ടാ ഒരു എക്സാമ്പിൾ വേണ്ട ഞങ്ങൾക്ക്. ശരിക്കും അത് ചേട്ടൻ്റെ ജീവിതത്തിന്റെ അനുഭവമാണ്. ഞാനിതെല്ലാം പറഞ്ഞത് മറ്റുള്ളവർക്കൊരു പ്രചോദനമാകാൻ വേണ്ടി. കാരണം നമുക്ക് നമ്മുടെ രോഗത്തെ ഹൈഡ് ചെയ്തിട്ട് അതും അല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പറയാം. പക്ഷെ അതല്ല, നമ്മളെക്കുറിച്ച് മറ്റുള്ളവർക്കൊരു പ്രചോദനം ഉണ്ടാകുന്ന രീതിയിൽ വേണം നമ്മുടെ എല്ലാ ചിന്തകളും പ്രവൃത്തികളും. ഒരു ബൈബിളിൽ ഒരു വചനമുണ്ട്, എല്ലാ പ്രവൃത്തികളുടെയും ആരംഭം ചിന്തയാണ്.
ചിന്ത ഹൃദയത്തിൽ വേരുപാകിയിരിക്കുന്നു, അതിന് 4 ശാഖകളുണ്ട്. നന്മയും തിന്മയും ജീവനും മരണവും. അപ്പോൾ എല്ലാ സൽപ്രവർത്തികളുടെ ആരംഭം നല്ല ചിന്തകളാണ്, സത്യം, സത്ചിന്തകൾ. അപ്പോൾ ദുശ്ചിന്തകളാണെങ്കിൽ അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. കാരണം എല്ലാ ദുഷ്പ്രവൃത്തി ആരംഭിക്കുന്നത് ദുശ്ചിന്തയെന്നാണ്, അല്ലേ? അപ്പോൾ നമ്മുടെ ഭവനത്തെ ഉള്ള നമ്മുടെ മക്കൾക്ക് നല്ല ചിന്തകൾ കൊടുക്കാമെന്നാണ് നമ്മുടെ കടമ, അല്ലേ? അതെ. അപ്പോൾ നല്ല ചിന്തകളാണ്, നല്ല പ്രവൃത്തികളുണ്ടാകും. അപ്പോൾ ഈ നല്ല ചിന്തകൾ പങ്കുവെക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ്. സത്യം. അത് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. എൻ്റെ അമ്മേ, ഇത്രയും നല്ല മനസ്സുള്ള ആൾക്കാരെയാണ് നമ്മുടെ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും എല്ലാവരും കൂടി ഇത്ര ഭയങ്കരമാരാക്കിയിരിക്കുന്നത്. ഇപ്പോഴല്ലേ മനസ്സിലായത് നമുക്ക് ഇവരൊക്കെ ഭയങ്കര സോഫ്റ്റ് ക്യാരക്ടേഴ്സ് ആണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. താങ്ക് യു വെരി മച്ച്. യെസ്, വളരെ വൈകിയാണെങ്കിലും മനസ്സിലാക്കാൻ സാധിച്ചതിൽ നന്ദി. അത് ചേട്ടൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സിന്റെ ഒരു അത് ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്. അതൊന്ന് ക്യാരക്ടർ, മറ്റു നമ്മുടെ അത്രയും സക്സസ് ആക്കി ചേട്ടൻ ആ അത് നമ്മുടെ കഴിവില്ല, ദൈവത്തിന്റെ ഒരു അനുഗ്രഹം. ഇതെല്ലാം എല്ലാ താലന്തുകളും ദൈവം നമ്മൾ തന്നിട്ടുണ്ട്. പക്ഷെ അത് ഉപയോഗിക്കുന്ന രീതിയിലിരിക്കും അതിന്റെ വിജയം. അത്രേ ഉള്ളൂ. അത് നമ്മൾ ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അത് ശക്തമായിട്ട് വിജയമായി തീരും. തീർച്ചയായിട്ടും.